യം ശൈവാഃ സമുപാസതേ ശിവ ഇതി ബ്രഹ്മേതി വേദാന്തിനോ ബഹുദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമിഃ യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാംശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ തം ഭൂമാനം മുകുന്ദം ഹൃദിഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ മദീയ ഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ഹരി ഓം ഹരി ഓം. ഇനി എല്ലാവരും കൂടി ഒരുമിച്ച് കൂട്ടായി ഓങ്കാരം ജപിക്കുക. കൈ കോർത്ത് മടിയിൽ വെച്ചോളൂ. ആകാവുന്നിടത്തോളം വിഷമിക്കാതെ നിവർന്നിരുന്ന് കണ്ണടച്ച് വായും മനസ്സും കൂടി തുറന്ന് ജപിക്കുക എൻ്റെ കൂടെ. ഇതാ ഓ പോരല്ലോ. എന്താ ഈ ഓങ്കാരം ജപിച്ചാൽ നിങ്ങൾക്ക് വിഷമം? എല്ലാവർക്കും നല്ലത്, നിങ്ങൾക്കും നല്ലത്. ജപിക്കൂ. ഓ ഹരി ഓം തത്സത്. ജയ ഗുരു. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഹൃദയത്തിന്റെ ആയുസ്സും ആരോഗ്യവും കൂടും ഓങ്കാര ജപം കൊണ്ട്. ക്യാൻസറിന് പോലും പ്രതിരോധ ശക്തി രചിക്കാൻ ഒരു സന്ദർഭമുണ്ടാവുകയാണ്. പ്രത്യേകമായ ചില ഗ്ലാൻസ് പ്രവർത്തിപ്പിക്കപ്പെട്ടത് വഴി വാർദ്ധക്യം കുറയും, മനസ്സിന് സംഘർഷവും കുറയും. ഇത്ര വിശേഷപ്പെട്ടതാണ് ഈ ഓങ്കാര ജപം. ഭഗവത്ഗീതയിലെ 11-ാം അധ്യായം വിശ്വരൂപ ദർശനത്തിൽ 10-ാം ശ്ലോകമാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോണത്. അതിനു മുമ്പ് ഇന്നലെ പറഞ്ഞു നിർത്തിയത് എന്താ? ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. ശ്രീകൃഷ്ണനെ ധാരാളം അർജുനൻ കണ്ടിട്ടുണ്ട്. അർജുനൻ മാത്രമല്ല, മറ്റു പലരും കണ്ടിട്ടുണ്ട്. അങ്ങനെ 2 കൈയും 1 തലയും 2 കാലും എല്ലാമായി വളരെ കാലമായി കണ്ടു പരിചയിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു കൃഷ്ണൻ. ആ നിലയ്ക്കാണ് തേരാളിയായി കുതിരകളുടെ കടിഞ്ഞാണ് പിടിച്ച് ചാട്ടയും കയ്യിലെടുത്ത് തെളിച്ച് അർജുനന്റെ കൂടെ യുദ്ധദിനങ്ങളിൽ മുഴുവനും കൂടെ വരാം, കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് പുറപ്പെട്ടു വന്നത്. താൻ ആയുധമെടുക്കില്ല
യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കില്ല എന്നൊരു ഉറപ്പ് പറഞ്ഞു. എന്നിട്ട് നാരായണീ സേനയെ മുഴുവൻ ഒരു ഭാഗത്ത് നിർത്തി, മറുഭാഗത്ത് ഒരു തരത്തിലും യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ഞാനും നിങ്ങൾ രണ്ടുപേരും ഏതു വേണമെങ്കിൽ തെരഞ്ഞെടുത്തോളൂ എന്നാണ് ദുര്യോധനോടും അർജുനോടും പറഞ്ഞത്. അപ്പൊ സംശയമുണ്ടായിരുന്നു, എങ്ങാനും അബദ്ധം പറ്റിക്കളയോ എന്ന്. ദുര്യോധനാണ് മുമ്പ് വന്നത്. ദ്വാരകയിൽ വന്നിരുന്നപ്പോ കൃഷ്ണൻ ഉറങ്ങോ അതോ ഉറക്കം നടിച്ചതോ എന്ന് ചോദിച്ചു വേണം മനസ്സിലാക്കാൻ. അപ്പൊ ഉറങ്ങുന്ന ആളോടൊന്നും പറയാൻ പറ്റില്ലോ. വന്ന് അവിടെ പരിശോധിച്ച് നോക്കിയപ്പോ തലഭാഗത്ത് സോഫ ഇട്ടിട്ടുണ്ട്. അവിടെ ചെന്ന് ഭംഗിയായിട്ടിരുന്നു. അതൊക്കെ കൃഷ്ണൻ കാണുന്നുണ്ട്. കുറെ കഴിഞ്ഞിട്ടാണ് ഓടിക്കതച്ച് അർജുനൻ വന്നത്. അർജുനൻ വന്ന് നോക്കിയപ്പോ കൃഷ്ണൻ കിടന്ന് ഉറങ്ങാണ്. അപ്പൊ പിന്നെ എന്താ ചെയ്യാം? കാലിന്റെ അരികിൽ വളരെ വിനയത്തോടു കൂടിയിരുന്നു. ഉറപ്പുവരുത്തി. അത് രണ്ടും കഴിഞ്ഞപ്പോ കണ്ണൊന്നങ്ങോട്ട് തുറന്ന ആരെയാ മുമ്പ് കാണുക? അർജുനെ കാണുക. അപ്പൊ എന്തെങ്കിലും ഒന്ന് അർജുനന് അനുകൂലമായിട്ട് പറയാൻ കിട്ടിയല്ലോ എന്നൊരു സമാധാനം, ഒരു ചിരി. അത് കഴിഞ്ഞ് പിന്നെ നോക്കി അർജുനൻ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ നോക്കിയപ്പോ അവിടെ ദുര്യോധനുണ്ട്. രണ്ടാമതാ കണ്ടത്. അതിനുശേഷമാണ് തൻ്റെ കയ്യിലുള്ള വിഭവങ്ങൾ മുഴുവൻ രണ്ടായി പങ്കിട്ട് നിങ്ങൾ എന്തു വേണമെങ്കിലും എടുത്തോളൂ എന്ന്. അപ്പൊ എടുക്കുന്നത് ആരോടാ ആദ്യം പറയുക? ആദ്യം പറയണത് ഇപ്പൊ ദുര്യോധനോട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാവുമല്ലോ. എങ്ങാനും അബദ്ധത്തില് എന്നെ വേണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്നൊരു പരിഭ്രമം. ആർക്ക്? കൃഷ്ണന്. നിങ്ങൾക്കൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ? അപ്പൊ പറഞ്ഞു, ആരാ ഇനി മുമ്പ് ആവശ്യപ്പെടേണ്ടത്? അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, ഞാനാ മുമ്പ് വന്നത്. ഇപ്പൊ കൃഷ്ണന് തൃപ്തിയായില്ല. മുമ്പ് ദുര്യോധനൻ വന്നാലും ഒരു കാര്യമുണ്ട്, മുമ്പ് കണ്ടത് അർജുനെയാ. അതുകൊണ്ട് അർജുനന് കൊടുക്കണം മുൻ നിശ്ചയം. അത് മാത്രമല്ല ദുര്യോധനേക്കാൾ അല്പം ചെറുപ്പ. എപ്പോഴും പ്രായം കുറഞ്ഞവർക്ക് ഒരു മുൻഗണന കൊടുക്കുക നല്ലതല്ലേ എന്ന് പറഞ്ഞപ്പോൾ മനസ്സോടുകൂടി സമ്മതിച്ചു. എന്നിട്ട് അർജുനൻ പറഞ്ഞത് എന്താ? ഒരു സംശയമില്ല, എനിക്ക് കൃഷ്ണൻ മാത്രം മതി, ഒന്നും എടുത്തില്ലെങ്കിലും കൊള്ളാം. അപ്പൊ കൃഷ്ണൻ ഒരു ദീർഘശ്വാസം പറഞ്ഞല്ലോ അങ്ങനെയാണ്. ദുര്യോധനോ വല്ലാത്ത സന്തോഷവും പടുവിട്ടി. അവൻ ആവശ്യപ്പെട്ടത് കൃഷ്ണനെയാ. അമ്പും വില്ലും ഒന്നും എടുക്കില്ല. കയ്യിൽ എന്തുണ്ട്? ഉരുണ്ട ഒരു സാധനം കയ്യിലുണ്ടാവും, ഇത്രയേ ഉള്ളൂ, ചക്രം. അതും കൊണ്ടാ വരാൻ പോണത്. അപ്പൊ വലിയ സന്തോഷമായി. നാരായണീ സേനയും കിട്ടിയിട്ടാണ് പോയത്. ഈ കൃഷ്ണനെ പറ്റി എല്ലാവർക്കും അറിയാം. അവിടുന്ന് അങ്ങോട്ട് ഈ കൃഷ്ണനെ പറ്റി ഒരാൾക്കും ഒന്നും അറിയില്ല. യശോദയാണ് ഒരിക്കൽ വായ തുറന്ന് കണ്ട വിശ്വരൂപം കണ്ടു എന്ന് പറയണത്. വായന്റെ ഉള്ളിലുള്ള വിശ്വരൂപമാണല്ലോ കണ്ടത്. എന്തായാലും അതിന് എത്ര വലിപ്പം ഉണ്ടാവും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ നടന്നത് ഹസ്തിനപുരത്തിലാ. അതങ്ങനെ ഒരു വിശ്വരൂപം ആവശ്യപ്പെട്ട് കാണിച്ചു കൊടുത്തതൊന്നുമല്ല. ഞാൻ പറഞ്ഞ മാതിരി ഭയപ്പെടുത്തി കാര്യങ്ങൾ അല്ലല്ലില്ലാതെ പോണം, അവിടെ ഒഴിവായി പോണം, സമാധാനത്തിലെന്ന് പറഞ്ഞ് കാണിച്ചതാ. ഇവിടെ അങ്ങനെയൊന്നുമല്ല. മനഃപൂർവം തക്ക സമയവും സന്ദർഭവും ഒക്കെ നോക്കി അർജുനൻ ആവശ്യപ്പെട്ടിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആവശ്യപ്പെട്ട് കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന് വലിയ ഒരു പ്രസക്തി ഉണ്ടാവും. അപ്പൊ വിശ്വരൂപമാണ് കാണണം എന്ന് പറഞ്ഞ്. എങ്ങനത്തെ വിശ്വരൂപം? 10-ാം അധ്യായത്തിൽ വിഭൂതി യോഗത്തിൽ എന്തെല്ലാം വർണ്ണിച്ചിട്ടുണ്ടോ, വിവരിച്ചിട്ടുണ്ടോ, ആ വർണ്ണനയും വിവരണവും ഒക്കെ ഉൾക്കൊണ്ട് അതെല്ലാം തെളിയിപ്പിച്ച് കണ്ണിന്റെ മുൻപിൽ പ്രത്യക്ഷമാക്കി കൊടുക്കാവുന്ന തരത്തിലുള്ള ഒരു ദർശനമാണ് ഇവിടെ ആവശ്യം എന്ന് കൃഷ്ണൻ അറിയാം. ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരി ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. ഇതുമാതിരി ഒരു പരമമായ ഐശ്വര രൂപം, ഈശ്വരീയ രൂപം ആരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ കൃഷ്ണൻ സ്വയം കാണിച്ചു കൊടുക്കുകയാണ്. അത് പെട്ടെന്ന് ഒരാൾ കുറെ കാലം തപസ് ചെയ്തു എന്നിട്ട് വന്നു, അങ്ങനെയൊന്നുമല്ല. കൃഷ്ണനും അർജുനനും കൂടി ഒരു സ്നേഹസല്ലാപം ആരംഭിച്ചു. അത് ധർമ്മസംവാദമായി തീർന്നു. ആ ധർമ്മസംവാദത്തിന്റെ ഭാഗമായി പലതും ചോദിക്കാനും പറയാനും ഇടവന്നു. അപ്പൊ വിഭൂതികൾ എന്തെല്ലാം എന്നുള്ളത് സ്വയം വർണ്ണിച്ച് മനസ്സിലാക്കി കൊടുത്തപ്പോ ആ വിഭൂതികളൊക്കെ ഒരേ ഒരു വ്യക്തിയിൽ അങ്ങനെ തുറ്റായിട്ട് നിൽക്കണതൊന്ന് കണ്ടാ കൊള്ളാം എന്നൊരു അഭിലാഷം പ്രകടിപ്പിക്കുക ചെയ്തത്. അപ്പൊ ഭക്തന്റെ മനസ്സിൽ എന്തെങ്കിലും അഭിലാഷമുണ്ടെങ്കിൽ അത് നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് ഈശ്വരന്റെ ഒരു സ്വഭാവവിശേഷമാണ്. അതും ഇതുമാതിരി ഒരു അഭിലാഷം വളരെ വിശേഷപ്പെട്ടതാ. അർജുനൻ ആവശ്യപ്പെട്ടത് എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം, ഇപ്പൊ തന്നെ കൂട്ടിക്കൊണ്ടു പോകണം, അതൊന്നുമല്ല ആവശ്യപ്പെട്ടത്.
യുദ്ധം ചെയ്യില്ല, വയ്യാന്ന് പറഞ്ഞ് മടിച്ചിരിക്കുകയാണ്. ആ അർജുനനോടാണ് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞത്. അതിങ്ങനെ സമ്മതിച്ചില്ല എന്നുള്ള നിലയ്ക്ക് സന്ദിഗ്ധാവസരത്തിലുള്ളപ്പോഴാണ് ഈ വിശ്വരൂപ ദർശനത്തിന്റെ ആവശ്യം. അപ്പൊ അത് കാണിച്ചു കൊടുത്തു അത്രേ. ആ വിശ്വരൂപം പറഞ്ഞ വിഭൂതികളൊക്കെ ഉള്ളടങ്ങുന്ന ഒരു വിശ്വരൂപമാകണം. അനേക വക്ത്രനയനം, അനേകാത്ഭുത ദർശനം, അനേക ദിവ്യാഭരണം, ദിവ്യാനേകോദ്യതായുധം. അനേക വക്ത്രനയനം. ഇവിടെ വന്നിട്ടുള്ളവർ എത്ര പേരാ? 45 ലക്ഷം പടയാളികളാണ് കുരുക്ഷേത്രത്തിൽ സന്നിഹിതരായിരിക്കുന്നത്. ജംബൂദ്വീപത്തിൽപ്പെട്ട രാജ്യങ്ങളും മഹാരാജ്യങ്ങളും എത്രയുണ്ടോ ആ ഭാഗത്തിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്നും സേനകളെ അയച്ചു, പല ഭാഗങ്ങളിൽ നിന്നുമുള്ളവർ വന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും കൊന്നൊടുക്കുന്ന ഒരു മഹായുദ്ധമാണ് നടക്കുന്നത്. യുദ്ധത്തിൽ എതിരാളികൾ മാത്രമല്ല മരിക്കുക, എതിരാളികൾ നേരിടുന്ന മറുപക്ഷക്കാരും മരിക്കും. അങ്ങനെ മരിച്ച് അവസാനം പടയാളികൾ എതിർക്കാൻ ഇല്ലാതെയായി തീരുന്നത് വരെ മുഴുവനുമാണ് ഈ യുദ്ധം നടക്കാൻ പോണത്. അതിൻ്റെ ഇടയിൽ ഒരു കീഴടങ്ങലുണ്ട്, അത് ക്ഷത്രിയ ധർമ്മത്തിന് ചേർന്നതല്ല. അവസാനത്തെ പടയാളി വരെ പൊരുതണം. എല്ലാവരും മരിച്ചു. അവസാനം ദുര്യോധനൻ ബാക്കി നിന്നപ്പോ എന്ത് ചെയ്തു എന്നറിയാമോ നിങ്ങൾക്ക്? അവിടെ ഒരു തടാകത്തിൽ ചെന്നു, എന്നിട്ട് കഴുത്തിനൊപ്പം വെള്ളത്തിന് ഇറങ്ങി നിന്നു. എല്ലാവരും കൂടി നോക്കി, ദുര്യോധനെ കാണാനില്ല. ദുര്യോധനായിട്ട് യുദ്ധം നടന്നാലേ ഇനി കാര്യങ്ങൾ അവസാനിപ്പിക്കുള്ളൂ. അന്വേഷിച്ചപ്പോ അവിടെ തടാകത്തിന്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കുക. അവിടെ ചെന്ന് കൃഷ്ണൻ ചൊടിക്കുന്ന മാതിരിയുള്ള മുള്ളുവാക്കുകൾ പറഞ്ഞു തുടങ്ങി. സർവ്വ ആൾക്കാരെയും കൊന്നൊടുക്കി താൻ ഇവിടെ തടാകത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുക, നാണാവില്ലടോ എന്നൊക്കെയായി ചോദ്യം. അപ്പൊ ദുര്യോധനൻ വീര്യം വിട്ടുകൊടുത്തില്ല, മറുപടി പറയാണ്, കൃഷ്ണ അധികമൊന്നും സംസാരിക്കണ്ട, വേണ്ടതുപോലെ ഒരു യുദ്ധമൊന്നുമല്ല നടന്നിരിക്കുന്നത്. തന്റെ തോന്നിവാസാണ് ഇവിടെ മുഴുവനും. സൂത്രവും കൗശലവും വേണ്ടാതെ ഇടപെട്ട് അന്നൊക്കെ ഭംഗിയായിട്ട് ചാരുവാക്ക് പറഞ്ഞു. എന്ത്? ഞാൻ യുദ്ധം ചെയ്യില്ല, നേരിട്ട് പങ്കെടുക്കില്ല, വെറും 2 കൈയോട് കൂടിയേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് തീരുമാനിച്ചു, നാരായണീ സേന മതി എന്ന് പറഞ്ഞു. പക്ഷെ വന്നിട്ട് താൻ കാണിച്ചു കൂട്ടിയത് എന്തൊക്കെയാണെന്നറിയോ? സർവ്വദിക്കിലും വേണ്ടാത്തത് മുഴുവൻ ചെയ്ത് സൂത്രവും കൗശലവും പ്രയോഗിച്ചിട്ടാണ് എനിക്ക് ഈ ഗതി വന്നത്. എന്നോട് മിണ്ടാനുള്ള ത്രാണിയോ ശക്തിയോ യോഗ്യതയോ തനിക്കില്ല, മിണ്ടാണ്ടിരിക്കൂ. ഞാൻ ദേഹം മുഴുവൻ ചുട്ടു നീറുന്നു, അതുകൊണ്ട് വന്നതാ. കുറച്ചു നേരം ഈ വെള്ളത്തിന്റെ ഉള്ളിൽ ഒന്ന് ഇറങ്ങി നിന്ന് ഒന്ന് തണുത്തിട്ടാവാന്ന് ഞാൻ ആ പുറത്ത് കിടന്ന് ആരെങ്കിലും ഒരാളോട് കൂടി ദ്വന്ദ്വയുദ്ധം ചെയ്യാൻ പോവാണ്. വീരന് യോജിച്ച മാതിരി, ക്ഷത്രിയന് ചേർന്ന മാതിരിയുള്ള ഒരു പെരുമാറ്റം തന്നെയാണ് എനിക്ക്. ഞാൻ വിട്ടുപോകാനൊന്നും പോണില്ല. ധൈര്യമായിട്ട് യുദ്ധം ചെയ്യും. വേണ്ടതുപോലെ രാജ്യം ഭരിച്ചു, സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ചു തൃപ്തിയോട് കൂടിയിട്ടാ സ്വർഗത്ത് ചെന്ന ആദ്യം കാണാൻ പോണത് എന്നെയാണ്, പരിശോധിച്ചോളൂ എന്നുവരെയാണ് ദുര്യോധനൻ പറഞ്ഞത്. ആ സമയത്ത് പുഷ്പവൃഷ്ടിയും ഉണ്ടായി അത്രേ. കേൾക്കണോ വർത്തമാനം? എന്നിട്ട് അവിടുന്ന് എണീറ്റ് വന്നതിന് ശേഷമാണ് ഇനിയിപ്പോ ആരോട് കൂടിയാ യുദ്ധം ചെയ്യുക എന്നുള്ളതായി. അപ്പൊ അത് യുധിഷ്ഠിരൻ പറഞ്ഞു, ദുര്യോധനൻ തന്നെ തെരഞ്ഞെടുത്തോളൂ എന്ന്. കൃഷ്ണൻ ആകെ വേർത്തു. അയ്യോ, ഈ ദുര്യോധനോട് തെരഞ്ഞെടുക്കാൻ പറഞ്ഞുല്ലോ, കുഴപ്പം. വേറെ വല്ലവരെയും തെരഞ്ഞെടുത്താൽ നമ്മൾ എന്തു ചെയ്യും? നമുക്ക് ആവശ്യം ഭീമനായിട്ടാണ് വേണ്ടത്. അവസാനം ഭീമനെ തന്നെയായി. അർജുനൻ പറ്റില്ല, യുധിഷ്ഠിരൻ പറ്റില്ല, ഭീമനോട് കൂടി തന്നെ പൊരുതാം എന്ന് പറഞ്ഞ് 2 ആളും കൂടി പൊരുതാ ചെയ്തത്. എന്തിനാ ഞാനിത് പറഞ്ഞത്? 45 ലക്ഷം പടയാളികൾ സന്നിഹിതരായ ഒരു യുദ്ധത്തിൽ ഈ കണ്ട ആൾക്കാരെ മുഴുവനും 10,000 ലക്ഷക്കണക്കിന് ഓരോ ദിവസവും കൊല്ലണം. 18 ദിവസമാണ് യുദ്ധം. അപ്പൊ അവിടെ 2 കൈയും 1 വായും 1 തലയും ഒന്നും ആയാൽ പറ്റില്ല. അതാണ് ഇവിടെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്നത്. അനേക വക്ത്രനയനം, അനേകാത്ഭുത ദർശനം. അനേകം അനവധി മുഖങ്ങളാണ്, വായകളാണ്, അനവധി കണ്ണുകളാണ്. 2 കണ്ണും 1 വായും ഉപയോഗിച്ച് പടപൊരുതാൻ പറ്റില്ല. 45 ലക്ഷം പടയാളികളാണ് ഇവിടെ നശിക്കേണ്ടത്. ഭൂമിയുടെ ഭാരമൊക്കെ ഒതുങ്ങണം. അതെങ്ങനെ സാധിക്കും? അപ്പൊ അനവധി മുഖങ്ങളോടും അനവധി നേത്രങ്ങളോടും അനേകാത്ഭുത ദർശനം. ആ വിശ്വരൂപത്തിൽ കൃഷ്ണൻ കാണിച്ചു കൊടുത്തതിൽ കണ്ടാൽ എന്താ? അനേക അദ്ഭുത ദർശനം. ഈ ലോകത്തിൽ ഇങ്ങനെ കണ്ടാൽ പലതും നമുക്ക് പരിചയപ്പെട്ട് പോകാനേ ഉള്ളൂ.
ഇവിടെ വലിയ പർവ്വതങ്ങൾ എത്രയുണ്ട്? അധികമൊന്നുമില്ല. എത്ര നയാഗ്ര ഫാൾസ് ഉണ്ട്? അധികമില്ല. എത്ര മഹാസമുദ്രമുണ്ട്? അധികമില്ല. 7 എണ്ണേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ അതല്ല സ്ഥിതി. അനേകാത്ഭുത ദർശനം, അത്ഭുതങ്ങൾ, അതിശയാവഹമായ കാര്യങ്ങൾ, കണ്ണിന് കാണാൻ, കാതിന് കേൾക്കാൻ, മൂക്കിന് വാസനിക്കാൻ, ഇങ്ങനെ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും അസംഖ്യമാണ്, അനേകമാണ്, അചിന്യമാണ്, എണ്ണിയാൽ ഒടുങ്ങില്ല. സമുദ്രത്തിലെ മണൽത്തരികളെ പോലും ഒരു പക്ഷേ നമുക്ക് എണ്ണി ഒടുക്കാൻ സാധിക്കും. ഇവിടെ സാധിക്കില്ല. അനേകാത്ഭുത ദർശനം, അനേക ദിവ്യാഭരണം, എല്ലാ വശവുമുണ്ട് ആ വിശ്വരൂപത്തിൽ. ദിവ്യമായ ആഭരണങ്ങൾ അനവധി ഉണ്ട്. അതെല്ലാം ചാർത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ സ്വർണ്ണപ്പീടികയിൽ എല്ലാം ചെന്ന് കൂടിയാൽ എത്ര ആഭരണങ്ങളും വകുപ്പുകളാണ് നിങ്ങൾക്ക് കാണുക. അതൊന്നുമല്ല ഇവിടെ. അനേക ദിവ്യ ആഭരണം. ദിവ്യാഭരണം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? സാധാരണ ആഭരണങ്ങളൊക്കെ വർക്ക്ഷോപ്പിൽ തട്ടാന്മാരും കൂട്ടരൊക്കെ പണിയണതാ. ഇവിടെ കൃഷ്ണന്റെ ശരീരത്തിൽ കണ്ട ആഭരണങ്ങള് അതിന് വർക്ക്ഷോപ്പൊന്നും വേണ്ട. അത് മനസ്സിന്റെ സങ്കല്പം കൊണ്ടും ഉൾശക്തി കൊണ്ടും പെട്ടെന്ന് പ്രകടമാകുന്നതും പരിലസിക്കുന്നതുമാണ്. അവിടെ എന്തു വേണോ അത് ക്ഷിപ്രസാധ്യം, സെക്കൻഡ് കൊണ്ട് അങ്ങോട്ട് ഉണ്ടാവും. അതൊക്കെ ഭൗമമായ പ്രക്രിയയിലൂടെയോ പദ്ധതിയിലൂടെയോ ഉണ്ടാകുന്നതല്ല. ദിവ്യമായ ഒരു രീതിയിൽ ടപ് 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 എന്നാണ് വരുന്നത് ഓരോന്ന്. അനേക ദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം. അർജുനൻ ചില ആയുധങ്ങളൊക്കെ കണ്ടും കേട്ടും പരിശീലിച്ചിട്ടുമൊക്കെ ഉണ്ട്. ആ ആയുധങ്ങളല്ല ഇവിടെ കാണുന്നത്, ഒക്കെ ദിവ്യായുധങ്ങളാണ്. അതും അനേകം അനേകം അനേകം. ഓരോ കയ്യില് ഓരോന്ന് പൊക്കി പിടിച്ചിരിക്കുകയാണ്. 2 കൈയും 4 കൈയും 40 കൈയും 400 കൈയുമല്ല, 4000ന്റെ ആയിരക്കണക്കിന് പെരുക്കങ്ങളാണ് അവിടെ കാണുന്നത്. അത്രയധികം ആയുധങ്ങൾ. ദിവ്യാനേകോദ്യതായുധം. ഇങ്ങനെയൊക്കെ പറയുമ്പോ ഇതിന് എന്തെങ്കിലും പശ്ചാത്തലമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചു. നമുക്ക് ആയുധങ്ങള്, ഭാരതത്തിന്റെ യോഗ്യത നിങ്ങൾ എന്താ ഞാൻ പറയാ, നമുക്കൊരു ചരിത്രം എഴുതപ്പെട്ടിട്ടില്ല. എന്നാൽ ചരിത്രമില്ലേ? ഉണ്ട്. നമ്മുടെ മഹാഭാരതം ഒരു ചരിത്രമാണ്, വസ്തുനിഷ്ഠമായ ഒരു ഗ്രന്ഥമാണ്. അതിൽ പറഞ്ഞതെല്ലാം വസ്തുനിഷ്ഠം, ആബ്സല്യൂട്ട്ലി ഫാക്ച്വൽ. ഇതിഹാസ രൂപത്തിൽ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. 1,25,000 ശ്ലോകങ്ങളാണ് മഹാഭാരതത്തിൽ. അത് പ്രതിപാദിക്കുന്നത് മുഴുവനും വേദവ്യാസനിൽ നിന്ന് തുടങ്ങി 6 തലമുറ ഹസ്തിനപുരം ഭരിച്ചു പോന്നിട്ടുള്ള രാജാക്കന്മാരുടെ വംശപാരമ്പര്യമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ഹസ്തിനപുരം രാജധാനിക്ക് മൂല്യച്യുതി വന്നു. ആ മൂല്യച്യുതിയുടെ പരമാവധി എത്തി ദുര്യോധന്റെ കാലത്ത്. ഭീഷ്മനെയും ദ്രോണനെയും പോലും വകവയ്ക്കാതെ കൃപാചാര്യനെ നിസ്സാരമാക്കി തള്ളി, മുതിർന്നവരാരും പറഞ്ഞത് കേൾക്കാതെ അന്ധനായ മഹാരാജാവിനെ മനസ്സുകൊണ്ട് ബന്ധനാക്കിച്ച് അങ്ങനെ കൊടികുത്തി വാഴുകയായിരുന്നു ദുര്യോധനൻ. ഇതിലധികം ഒരു മൂല്യച്യുതി നമുക്ക് സംഭവിക്കാനില്ല. ആ മൂല്യച്യുതിയിൽപ്പെട്ട് ഹസ്തിനപുരം ആകെ നശിച്ചു. അതിന്റെ ഫലമാണ് 45 ലക്ഷം പടയാളികൾ കുരുക്ഷേത്രത്തിൽ സന്നിഹിതരായിരിക്കുന്നത്. അതാണ് അവിടുത്തെ സ്ഥിതി. ആ രാജ്യവിവരണം, മൂല്യച്യുതി വിവരണം, ആ വംശത്തിന്റെ പ്രഗത്ഭമായ വംശത്തിന്റെ നാശം, അതാണ് വിവരിക്കുന്നത്. ദി എൻറ്റയർ മഹാഭാരത ഈസ് നത്തിങ് ബട്ട് ആൻ എക്സ്പോസിഷൻ of the decline and fall of the Kuru dynasty, which was very famous. We have 2 dynasties, the solar and the lunar. The solar dynasty consists of great people and rulers like Ikshvaku, Dasharatha, Aja, Dasharatha, Srirama, etc. Lunar dynasty പെട്ടതാണ് ഇവരുടെ വംശം ഹസ്തിനപുരം. ആ രാജ്യം, അവര് രാജ്യം ഭരിച്ച കഥയാണ് പറയുന്നത്. എന്നിട്ട് ആ രാജ്യം എങ്ങനെ നശിച്ചു എന്ന്. അപ്പൊ ജരാസന്ധനോട് യുദ്ധം ചെയ്യാൻ പോയ സമയത്ത് കൃഷ്ണൻ വെറുതെ പോയില്ലാത്രേ. പുഷ്പലേപന മാല്യങ്ങൾ, പുഷ്പങ്ങൾ ധാരാളം ധരിച്ചു, മാല്യങ്ങളുമുണ്ട്, ലേപനങ്ങളുമുണ്ട്. എന്ന് പറയുമ്പോ എന്താ അർത്ഥം? നമ്മുടെ രാജ്യത്തിൽ പല വിധത്തിലുള്ള സുഗന്ധദ്രവ്യങ്ങളുണ്ട് മനുഷ്യന്റെ ശരീരത്തിൽ പുരട്ടാനുള്ളത്. ശ്രീകൃഷ്ണൻ അവിടെ പോയ സമയത്ത് ബ്രാഹ്മണ വേഷത്തിലാണ് പോയത്. അപ്പൊ ബ്രാഹ്മണ വേഷത്തിൽ പോകുന്ന സമയത്ത് അതിനർഹിക്കുന്ന വേഷഭൂഷണം വേണം എന്ന് വിചാരിച്ച് അനവധി തരത്തിലുള്ള പുഷ്പങ്ങളും ലേപനങ്ങളും മാല്യങ്ങളുമായി പോയി. രാജസൂയ യാഗത്തിന് യുധിഷ്ഠിരനെ കാണാൻ പലതരത്തിലുള്ള രാജാക്കന്മാരും പല ഭാഗങ്ങളിൽ നിന്നും വന്നു. ചീനയിൽ നിന്നുള്ളവർ വന്നു,
ശ്രീലങ്ക സിലോണിൽ നിന്നുള്ളവർ വന്നു. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവർ ഓരോ പ്രത്യേക കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ടുപോയി. സിംഹള രാജാവ് എന്ന് പറഞ്ഞാൽ സിലോണിൽ നിന്ന് വന്ന രാജാവ് പ്രത്യേകിച്ചും നല്ല നല്ല വൈഡൂര്യവും മുത്തുകളും സമുദ്രത്തിൽ നിന്ന് പ്രത്യേകം തെരഞ്ഞെടുത്തതാണത്രേ കൊണ്ടു കൊടുത്തത്. അവിടെയുള്ള ആയുധങ്ങളെ പറ്റിയിട്ടുള്ള പരാമർശം പറയുകയാണ്. എന്തൊക്കെയാ ആയുധങ്ങൾ? നമ്മൾ പലതും കേട്ടിട്ടുണ്ടാവും, കേൾക്കാത്തതും പലതുമുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൽ നാം പയറ്റിക്കൊണ്ടിരുന്നതും ഉപയോഗിച്ചുകൊണ്ടിരുന്നതുമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ പറയുന്നതിൽ ഈ സ്വാമിക്ക് കുറച്ച് ഉത്സാഹവും താല്പര്യവുമുണ്ട്. ഇത് ശരിയോ തെറ്റോ? എന്താ മിണ്ടാത്തെ? അനുകർഷം, തൂണീരം, വരുഠം, തോമരം, ഉപാസംഗം, അതൊരാവനാഴിയ, ഋഷ്ടി, ഇരുതല വാള്, ഇതൊക്കെ നമ്മുടെ ആയുധങ്ങളിൽ പെട്ടതാ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തോമരം, ചാട്ടാനുള്ള കുന്തം, പാശം, ചുറ്റിയെറിയാനുള്ള ഒരു പ്രത്യേക യന്ത്രം, പരിച, അയോഗുഡം, ഇരുമ്പുണ്ട, യുദ്ധത്തിന് ഉപയോഗിക്കുന്നത് ഇരുമ്പുണ്ടേ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഷോട്ട് പുട്ടുന്നേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഭിണ്ടിപാലം, മുദ്ഗരം, കരി, മുള്ളൻ ചട്ടകൾ, ശൃംഗം, പ്രാസം, വെൺമഴു. ഇവിടെ ദിവ്യാനേകോദ്യതായുധം എന്ന് പറയുമ്പോൾ ഇത്ര അധികം ആയുധങ്ങൾ ഉണ്ടാവുമോന്ന്? ഇതൊക്കെ അന്ന് കാലത്ത് പയറ്റിക്കൊണ്ടിരുന്ന ആയുധങ്ങളാണ്. ഈ ആയുധങ്ങൾ പയറ്റിക്കൊണ്ടിരുന്നാൽ ഇത് വിട്ടിട്ടുള്ളതാണ് ദിവ്യം. ഇതിൻ്റെയൊക്കെ വിശേഷ രൂപം. അപ്പൊ എത്ര ആയുധങ്ങളാണ് അർജുനൻ ആ ശരീരത്തിൽ കണ്ടത്? അങ്ങനെയുള്ള മഹാവിഷ്ണുവിനെയോ കൃഷ്ണനെയോ ആണ് നിങ്ങൾ നാമരൂപത്തിലും അന്യഥാരൂപത്തിലും ഭജിക്കുന്നത്, ആരാധിക്കുന്നത്. അപ്പൊ ആ കൃഷ്ണഭജനം കൊണ്ടോ വിഷ്ണു ഭജനം കൊണ്ടോ നിങ്ങൾക്കുണ്ടാവാൻ പോകുന്ന പ്രതിരോധ മികവ് എത്രയാണ് എന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. വിഷ്ണു സഹസ്രനാമത്തിന്റെ അവസാന പദം എന്താ? സർവപ്രഹരണായുധ. എല്ലാവിധത്തിലും പ്രഹരിക്കാൻ പറ്റിയ ആയുധമാണ് മഹാവിഷ്ണു. എന്തായുധം വേണോ അത് ആ സമയത്ത് ടപ്പ് അങ്ങോട്ട് ഉണ്ടാവും. ഈ ലോകം ഉണ്ടായത് തന്നെ സങ്കല്പശക്തിയിൽ നിന്നാണ്. അതേപോലെ സങ്കല്പശക്തിയിൽ നിന്ന് സർവ്വവിധത്തിലുള്ള ആയുധവും ഉണ്ടായി. അങ്ങനെ മനസ്സിന്റെ സങ്കല്പശക്തി കൊണ്ട് കാണിച്ചു കൊടുത്തതാണ് ഈ ദിവ്യരൂപം. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഒരു വിശ്വരൂപം ഉണ്ടാവാൻ സാധ്യതയുണ്ടോന്ന്. ഒരു വിധത്തിലും വിഷമല്ല. എന്താ കാരണം? നിങ്ങൾ എല്ലാവരും ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ടവരാണ്. ആ സ്വപ്നം കാണുന്ന ദൃശ്യങ്ങൾ ചില്ലറയല്ല. വലിയ മഹത്തായ ദൃശ്യങ്ങൾ ഉണ്ടാവാം, ഗംഭീരങ്ങൾ ഉണ്ടാവാം, അപൂർവങ്ങൾ ഉണ്ടാവാം, അതിശയാവഹമായ ദൃശ്യങ്ങൾ ഉണ്ടാവാം. ആ ദൃശ്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് മാത്രമായി നിങ്ങളുടെ മനസ്സ് രചിക്കുന്നതാണ്. അപ്പൊ മനസ്സിന്റെ ശരീരത്തിന്റെ ഉള്ളിലിരുന്ന് പുറം ലോകത്തോട് ഒരു ബന്ധവുമില്ലാതെ, ഒന്നും കടമേടിക്കാതെ, ആരുടെ സഹായവുമില്ലാതെ ഈ രൂപങ്ങൾ മുഴുവൻ മനസ്സിന് സങ്കല്പ രൂപത്തിൽ ഉള്ളിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാ? അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഉണർവിന്, കോൺഷ്യസ്നെസ്സിന്, പ്രജ്ഞയ്ക്ക്, ചൈതന്യത്തിന്, ചേതനയ്ക്ക് എന്ത് വേണമെങ്കിൽ രചിക്കാനുള്ള ശക്തികളുണ്ട്. മനസ്സിൽ വിചാരങ്ങൾ തൊടുക്കുന്നത് പോലെ വിചാരങ്ങൾ അക്ഷരങ്ങളിലൂടെ തൊടുക്കണു. അതുപോലെ ദൃശ്യങ്ങളെയും തൊടുക്കാൻ മനസ്സിന് ശക്തിയുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് സ്വപ്നം. അപ്പൊ സ്വപ്ന ദൃശ്യങ്ങൾ മനസ്സ് എങ്ങനെ രചിക്കുന്നുവോ അതിന്റെ തന്നെ ഒരു ജാഗ്രത് പ്രകടനമാണ് കൃഷ്ണൻ അവിടെ കാണിച്ചു കൊടുത്തത്. അതിൽ അപ്രസക്തമായിട്ട് ഒന്നുമില്ല. അർജുനൻ ആവശ്യപ്പെട്ടു, ഇതാ കണ്ടോളൂ എന്ന് പറഞ്ഞു. സാധാരണ സ്വപ്നം മാത്രം തൊടുത്തുവിടുന്ന മനസ്സ് ആ സമയത്ത് ഒരു ജാഗ്രത് സ്വപ്നം ഉണ്ടാക്കി തീർത്തതാണ് ഈ വിശ്വരൂപ ദർശനം. ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. നിങ്ങൾക്ക് ഞാനിത് ചൊല്ലുമ്പോൾ എന്താ മനസ്സിലുള്ള വിചാരം, ഭാവം എന്ന് എനിക്കറിയില്ല. നോക്കൂ, ഈ വാക്കുകളൊക്കെ വളരെ വിശേഷപ്പെട്ടതാ. അർജുനൻ കണ്ട വിശ്വരൂപത്തിന്റെ വർണ്ണന നമുക്ക് സഞ്ജയൻ നൽകുന്നതാണ്. അത് വേദവ്യാസ മഹർഷി എഴുതി രേഖപ്പെടുത്തിയതാണ്. ഇവിടെ എത്ര ആളാ ഇതിൽ ഇടപെട്ടിട്ടുള്ളത്? ഒന്ന് അർജുനൻ, രണ്ടാമത് കൃഷ്ണൻ, കേട്ടത് സഞ്ജയൻ, നാലാമതോ വ്യാസദേവൻ, ഇപ്പൊ പറയുന്നതോ ഭൂമാനന്ദ സ്വാമി, കേൾക്കുന്നതോ നിങ്ങളെല്ലാവരും. ഇങ്ങനെ 6 കൂട്ടരാണ് ഇതിൽ പെട്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണത്,
ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം. ദിവ്യമാല്യാംബരധരം, ദിവ്യമായിരിക്കുന്ന മാല്യങ്ങളും പല വിധത്തിലുള്ള വേഷവിധാനങ്ങളും ധാരാളം ധരിച്ചിട്ടുണ്ടത്രേ. കണ്ണിന് കാണാനല്ലേ, കാണുമ്പോൾ നല്ല ഇമ്പം വേണം, കമ്പം വേണം, ആകർഷണം വേണം, ആനന്ദം തോന്നണം, അത്യപൂർവത നല്ല പോലെ ഇങ്ങനെ മുറ്റി 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 തുളുമ്പി തുളുമ്പി എറ്റെറ്റ് വീഴണം. അങ്ങനെയുള്ളത് വേണം കാണിച്ചു കൊടുക്കാൻ. അപ്പോഴേ അത് പ്രസ്താവ്യമാവൂ. വേദവ്യാസന് എഴുതാൻ വല്ലതും വക്ക കിട്ടണ്ടേ? സാധാരണ കണ്ടു ഒരു പട്ടിക്കുട്ടി പോലെ എന്ന് പറഞ്ഞാൽ ആരും കാണാനും കേൾക്കാനും വരില്ല. അസാധാരണമായ ഒരു ദൃശ്യമായിരിക്കണം അത്. ദിവ്യമാല്യാംബരധരം ദിവ്യഗന്ധാനുലേപനം. ധാരാളം ഗന്ധങ്ങൾ അനുലേപനം ശരീരത്തിൽ അങ്ങനെ പരട്ടിയിട്ടുണ്ടത്രേ. ശരീരം അനവധി, ഒന്നല്ല പലതും. അനവധി മുഖങ്ങൾ, അനവധി കൈകൾ, അനവധി കണ്ണുകൾ, അനവധി തലകൾ, അനവധി കാലുകൾ, അനവധി വയറുകൾ, മാറുകൾ, ഇങ്ങനെ എല്ലാം കൂടി ആയ സമയത്ത് അതിലെല്ലാറ്റിലും പുരട്ടാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം? നമുക്ക് ലേപനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ അധികമുണ്ട്. മഹാഭാരതത്തിൽ ഇതിന്റെ വർണ്ണന പലയിടത്തും കാണാം. മന്ദാരം, പാരിജാതം, സന്താനം, കൽപ്പകവൃക്ഷം, ഹരിചന്ദനം, ഇതൊക്കെ സ്വർഗത്തിൽപ്പെട്ട വൃക്ഷങ്ങളാണ്. ചൈനയിൽ നിന്ന് നീണ്ടു ഉരുണ്ട് മിനുത്ത പട്ടുനൂൽ പുഴുക്കളുണ്ട്. അവ നെയ്യുന്ന നൂലുണ്ടല്ലോ, ആ നൂല് അത് വളരെ വിശേഷപ്പെട്ടതാണത്രേ. അത് വളരെ നേർത്തിരിക്കും. അതുകൊണ്ട് നെയ്ത പട്ട് ബാല്യഹികന്മാർ കൊണ്ടു കൊടുത്തു അത്രേ. ചോളപാണ്ഡ്യ രാജാക്കന്മാരെല്ലാവരും കൂടി സ്വർണക്കുടങ്ങളിൽ ചന്ദനച്ചാറ്, അകില്, മണി, രത്നങ്ങൾ, സ്വർണം, നനുത്ത വസ്ത്രങ്ങൾ എന്നിവയൊക്കെ കൊണ്ടുവന്നു. രാജസൂയ അവസരത്തിലാണ്. രാജസൂയാകാവസരത്തിൽ മലയ ദുർധര പ്രദേശ ചന്ദനം വളരെ പ്രസിദ്ധമാണത്രേ. മലയ ചന്ദനം. അതുമാതിരി ദർദുര പ്രദേശത്തിലെ ചന്ദനവും വളരെ പ്രസിദ്ധമാണ്. പാണ്ഡ്യരാജൻ 96 പാത്രങ്ങളിലാണത്രേ ചന്ദനവും ശംഖുകളും എല്ലാം നിറച്ചു കൊണ്ടുവന്ന് നൽകിയത്. അപ്പോ ഈ പറയുന്നത് വെറുതെയാണോ എന്ന് ചോദിച്ചാൽ വെറുതെയല്ല. കൃഷ്ണൻ കാണിച്ചു എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ. കൃഷ്ണൻ കാണിക്കുന്നതിന് മുൻപും അതിനു ശേഷവും നമ്മുടെ രാജ്യത്തിൽ സുഗന്ധദ്രവ്യങ്ങളും ലേപനങ്ങളുമായി ഒട്ടനവധി വസ്തുക്കൾ ഉണ്ടായിരുന്നു. അത് രാജാക്കന്മാർ ധാരാളം ക്ഷത്രിയന്മാർ ഉപയോഗിച്ചു കൊണ്ടിരുന്നു, സന്ദർഭവും ആവശ്യവും അനുസരിച്ച്. ദാർദുരം ചന്ദനം മുഖ്യം ഭാരാൻ ഷണ്ണപതിം ധ്രുവം പാണ്ഡവായ ദദൗ പാണ്ഡ്യഃ ശംഖാൻ താവദേവച. ദാർദുരം ആ പ്രദേശത്തു നിന്നുള്ള ചന്ദനം, മുഖ്യം ഭാരാൻ ഷണ്ണവതിം 96 പാത്രങ്ങളിലാണത്രേ നിറച്ചു കൊണ്ടുവന്നത് ഈ സാധനങ്ങളെല്ലാവരും. എന്നിട്ട് പാണ്ഡവന്മാർക്ക് അങ്ങോട്ട് സമ്പാദിക്കേ. രാജസൂയ യാഗത്തില് ജനങ്ങൾ പലരും വന്നു, പലരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു, ക്ഷണിക്കാത്തവരും വന്നു എത്തി. എന്നിട്ട് പല പ്രമുഖ രാജാക്കന്മാർക്കും അകത്തു പ്രവേശിക്കാൻ പറ്റിയില്ല എന്ന്. അവർ നിശ്ചയിച്ചിരുന്ന സ്ഥലം മുഴുവനും നിറഞ്ഞ് പുറത്തു നിന്നുകൊണ്ടിരുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ കാര്യമായിട്ടൊരു ഫംഗ്ഷൻ നടത്തിയാൽ ജനങ്ങൾ വന്നാൽ എവിടെ നിൽക്കും എന്നിങ്ങനെ ഞങ്ങൾ സംശയിക്കാറുണ്ട്. ചിലർക്കൊക്കെ പുറത്ത് നിൽക്കേണ്ടി വന്നു, അവിടെ ഇരിക്കേണ്ടി വന്നു. വിദ്യാർത്ഥികളുടെ സഹസ്രനാമ ജപ മഹോത്സവത്തിന് എത്രയൊക്കെ നമ്മൾ സന്നാഹങ്ങൾ കൂട്ടിയാലും ജനങ്ങളുടെ വരവ് അധികമായാൽ നമ്മുടെ സന്നാഹങ്ങളൊക്കെ പരിമിതമായി പോവും. യുധിഷ്ഠിരന്റെ യാജസൂയ യാഗത്തിന് ഒരുക്കുകൂട്ടിയിട്ടുള്ള വട്ടങ്ങളെയെല്ലാം കവച്ചു വെച്ചുകൊണ്ടാണ് ജനങ്ങൾ അവിടെ വന്നു ചേർന്നത്. രാജാക്കന്മാര് പല പ്രമുഖന്മാർക്ക് അകത്ത് കിടക്കാൻ പറ്റിയില്ല, ഒക്കെ പുറത്താണ് നിന്നത്. അത്ര തിരക്കായി പോയിന്ന്. ജനങ്ങൾ അങ്ങോട്ട് തടിച്ചു കൂടി തുടങ്ങിയാൽ നമ്മള് ഉദ്ദേശിച്ചതൊക്കെ കവച്ചു വയ്ക്കുമവര്. ഉത്സാഹം അങ്ങോട്ട് കൂടിയാ മനുഷ്യരങ്ങോട്ട് പോവായി. ശ്രീരാമചന്ദ്ര മഹാപ്രഭു കൈകേയി പറഞ്ഞു എന്ന് പറഞ്ഞ് അയോധ്യ വിട്ട് കാട്ടിലേക്ക് പോകാൻ പുറപ്പെട്ടപ്പോ ഉണ്ടായ വർത്തമാനം നിങ്ങൾക്ക് അറിയാമോ? അയോധ്യ നിവാസികൾ മുഴുവൻ അടുപ്പ് പൂട്ടണത് നിർത്തി ശ്രീരാമന്റെ കൂടെ കാട്ടിലേക്ക് പുറപ്പെട്ടു അത്രേ. അയോധ്യാവാസികൾ മുഴുവനും. കേൾക്കുന്നുണ്ടോ നിങ്ങള്? എന്താ കാരണം? ആ കൊച്ചുകുട്ടൻ നിശ്ചയിച്ചത് ഉപായപ്പെട്ട നിശ്ചയമല്ല. എല്ലാവർക്കും ഉണ്ട് മക്കളും കുട്ടികളും. ആ കുട്ടികളൊന്നും ഇങ്ങനെ നിശ്ചയിക്കില്ല. ഒരു ശ്രീരാമനാണ് നിശ്ചയിച്ചത്. അച്ഛന് വേണ്ടി ഞാനിതാ സിംഹാസനം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് ഒരാളോടും ചോദിക്കാതെ
ഭാര്യയോടും കൂടി പറയാതെ സംസാരിക്കാതെ പെട്ടെന്നൊരു തീരുമാനമാണ് കാട്ടിലേക്ക് പോകണമെന്ന്. ഇങ്ങനെ ഒരു തീരുമാനം മനുഷ്യ മനസ്സിന് എടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപൂർവമാണ്, അപ്രതീക്ഷിതമാണ്, അസാധ്യം, ദുസ്സാധ്യമല്ല. ആ ഒരു തീരുമാനമെടുത്ത് രാമൻ അങ്ങോട്ട് പോയപ്പോ ഇത് വല്ലാത്ത ഒരു അത്ഭുതമാണ്, അതിശയാവഹമാണ്. നമുക്കൊക്കെ മക്കളും കുട്ടികളും ഉണ്ടാവും, അവരാരും ഇങ്ങനെ ഒരു സാഹസത്തിന് പുറപ്പെടില്ല. ഇങ്ങനെ ചെയ്യാനായിട്ട് ഒരു കുട്ടിയെങ്കിലും ഉണ്ടായില്ലോ. ഇത് രാജധാനിയിൽ ദശരഥ പുത്രനായാലും ഈ പുത്രൻ നമ്മൾക്ക് എല്ലാവർക്കും ജനിച്ച പുത്രനെ പോലെയാണ് എന്ന് പറഞ്ഞ് മാതൃഭാവത്തോടും പിതൃഭാവത്തോടും സഹോദരഭാവത്തോടും കൂടി അവിടെയുള്ള പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും എല്ലാവരും കൂടി ഒന്നടങ്കം പുറപ്പെട്ടു അത്രേ ശ്രീരാമന്റെ പിന്നാലെ. അന്നേ ദിവസം രാത്രി കിടന്നുറങ്ങി ഈ പട്ടണവാസികളെ മുഴുവൻ കബളിപ്പിച്ചിട്ട് വേണം പോകാനെന്ന് തീരുമാനിച്ച് രാമൻ അർദ്ധരാത്രിക്ക് എന്ത് ചെയ്തു? തേര് അയോധ്യയിലേക്ക് അങ്ങോട്ട് തെളിച്ചു. എല്ലാവരും എണീറ്റ് നോക്കിയാൽ അയോധ്യയിലേക്ക് മടങ്ങിയെന്ന് വിചാരിക്കട്ടെ എന്ന്. എന്നിട്ട് കുറേ ദൂരം മടങ്ങിപ്പോയതിന് ശേഷം വഴി മാറിപ്പോയി ദണ്ഡകാരണ്യത്തിലേക്ക്, ചിത്രകൂടത്തിലേക്ക് പോയി. എന്തിനാ ഞാനിത് പറയണത്? ജനക്കൂട്ടം ഇളകി മറിഞ്ഞ് വന്നു തുടങ്ങിയാൽ ഒരു നിവൃത്തിയില്ല. നമ്മളൊരു 10,000 പേർക്ക് ഒരുക്കു കൂട്ടിയെന്ന് വയ്ക്കുക, വന്നത് 20,000 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വരുന്നത് സന്തോഷം, സ്ഥല സൗകര്യമില്ല, പലർക്കും മടങ്ങിപ്പോകേണ്ടി വരും, പല അതൃപ്തികളും ഉണ്ടാവും, പലതും സംഭവിച്ചു എന്ന് വരും. പക്ഷെ എന്താ ചെയ്യുക? ഒന്നുകിൽ ആൾക്കാർ വരില്ല, അപ്പൊ ഒന്നിനും കൊള്ളില്ല. നന്നായാലോ ആൾക്കാർ വരും, ചിലർക്ക് മടങ്ങിപ്പോകേണ്ടിയും വരും. ഇതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ ആ രാജസൂയാഗം അത്ര വിശേഷപ്പെട്ടതായിരുന്നു. എന്നിട്ട് അവിടെ നടന്നതോ നിങ്ങൾ എന്താ ആലോചിച്ച് നോക്കൂ, എന്താ അവിടെ നടന്നേ? അവിടെയാണ് ശിശുപാലൻ. ഇതൊരു മഹാസദസ്സോ, ഇതൊരു ധർമ്മ സദസ്സോ, ഇത് ശ്രേഷ്ഠന്മാരായ രാജാക്കന്മാർ വന്നിരിക്കുന്ന സദസ്സാണോ? ഇവിടെ ഈ ഇടയക്കുട്ടിയെ അല്ലാതെ വേറെ ഒരാളെയും അഗ്രപൂജയ്ക്ക് കണ്ടെത്താൻ പറ്റിയില്ലേ എന്ന് പറഞ്ഞ് ആ സദസ്സിനെ നോക്കി കൃഷ്ണനെ ഭർസിക്കാൻ, ചീത്ത പറയാൻ തുടങ്ങി. അതിങ്ങനെ മൂത്ത് വന്നപ്പോ ഭീഷ്മനും ബാക്കിയുള്ളവരും ദാ ഒരു പൊണ്ണത്തടിയൻ അവിടെ ഇരിക്കണു, വയസ്സായവൻ എന്നൊക്കെയാ ഭീഷ്മനെ പറയണത്. ഇതൊക്കെ അവിടെ നടന്നതാ. അത് കഴിഞ്ഞതിന് ശേഷം ഇതിനി വർദ്ധിപ്പിക്കാനോ നീട്ടിക്കൊണ്ടുപോകാനോ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് കൃഷ്ണൻ സുദർശന ചക്രം പ്രയോഗിച്ച് ശിശുപാലന്റെ കഴുത്തറുത്തു. ആ കഴുത്തറുത്ത് വിഴണ്ട താമസം ശിശുപാലന്റെ ദേഹത്തിൽ നിന്ന് ഒരു സുവർണ തേജസ് നിർഗളിച്ച് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കെ കാറ്റിലൂടെ സഞ്ചരിച്ച് കൃഷ്ണശരീരത്തിൽ തലയിൽ വന്നിറങ്ങി ഉള്ളിലങ്ങോട്ട് ലയിച്ചു ചേർന്നു. അത് മാത്രമാണ് അവിടെ മംഗളകരമായി നടന്ന ഒരു പ്രവൃത്തി. ബാക്കിയൊക്കെ അശുഭമാണ്. അതിമഹത്വം പരമപുണ്യവും ആയിരിക്കുന്ന രാജസൂയാഗത്തിൽ ഇങ്ങനെ ഒരു പാപകൃത്യം ചെയ്യേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ മനുഷ്യരുടെ സമ്പ്രദായം അനുസരിച്ചിരിക്കും. അത് നല്ലവർ ആസ്വദിക്കും, അല്ലാത്തവരോ അപമാനിക്കും, നിന്ദിക്കും. അങ്ങനെ നിന്ദിക്കുന്നവർക്ക് സ്ഥാനം കൊടുക്കാൻ ഒരു വകയുമില്ല. ഇവിടെ ചില യാഗങ്ങളും യജ്ഞങ്ങളും നടത്തുമ്പോൾ തടസ്സവാദം ഉന്നതിച്ച് പോകുന്ന ജാഥയും കീറിയൊക്കെ ഉണ്ട്. എന്ത് ചെയ്യണു? പോലീസുകാർ തടുത്തു നിർത്തി അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒരു മറക്കി പറഞ്ഞേക്കും. യാഗം ഇപ്പുറത്ത് നടക്കും. അങ്ങനെയൊന്നും വരാതെ ഇരിക്കുന്നതാണ് നമുക്ക് ആവശ്യം. അപ്പൊ രാജസൂയ യാഗത്തിന് എന്തുണ്ടായി? ചന്ദനാ ഗുരുചാനന്ദം മുക്താവൈഡൂര്യ ചിത്രകാഹ ചോളശ്ച കേരളശോഭൗ ദദതുഹു പാണ്ഡവായ വൈ. പാണ്ഡവന്മാർക്ക് വേണ്ടി ഓരോരുത്തരും ഓരോന്ന് കൊടുത്തു അത്രേ. എന്തൊക്കെയാ? ചന്ദനം, അഗുരു, അനന്തം, പല വിധത്തിലുള്ള മുക്തങ്ങള്, വൈഡൂര്യം, ചിത്രകങ്ങളെല്ലാം ചോളശ്ച കേരളശോഭൗ. ചോളരാജ്യത്തിലുള്ള രാജാവും കേരളത്തിലുള്ളവരും പാണ്ഡവന്മാർക്ക് വേണ്ടി കൊടുത്തു. പ്രമാണരാഗസ്പർശോഢ്യം ബാല്യഹി ചീനസമുദ്ഭവം ഔർണം ചരാംഗവം ചൈവ കീടജം പട്ടജം തഥാ. നിങ്ങൾക്കിതൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നണയാവും? കേൾക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഇത് നമ്മുടെ രാജ്യത്തിന്റെ വിഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. രാജ്യത്തിന്റെ വിഭവങ്ങൾ. ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മുടെ കോഹിനൂർ ഇപ്പോഴും ഇരിക്കുന്നത് ബ്രിട്ടീഷ് രാജ്യത്തിലാണ്. എത്ര വലിയ വലിയ രത്നങ്ങൾ നാം സൂക്ഷിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ പ്രൗഢിയും പ്രതാപവും. ഭാരതത്തിന്റെ പ്രൗഢി പ്രതാപങ്ങളെ പറ്റി പറയുമ്പോൾ ഭൂമാനന്ദ സ്വാമിജിക്ക് ഈ പറഞ്ഞ മാതിരി ആണ്. എന്ത്? കൃഷ്ണൻ ഒരു വിശ്വരൂപം കാണിച്ച മാതിരി നമുക്കും ഒരു വിശ്വവർണ്ണനയാണ് ആ സമയത്ത്.
പ്രമാണരാഗസ്പർശോഢ്യം, അളന്നാലും ശരി, നിറം കൊണ്ട് നോക്കിയാലും സ്പർശം കൊണ്ട് നോക്കിയാലും അങ്ങേ അറ്റത്തെ തികവും മികവും തിറവുമുള്ളതാണെന്ന് എല്ലാ സാധനവും. ബാല്യീചീന സമുദ്ഭവം, ബാല്യകത്തിൽ നിന്ന് കാശ്മീർ മുതലായ പ്രദേശം, ചൈനയിൽ നിന്ന് അവിടുന്ന് ഉണ്ടായത്. ഔർണം, അവിടുത്തെ കമ്പിളി, രാംഗവം, മാനിന്റെ കീടജം പട്ടജം തഥാ, ഒന്നാന്തരം പട്ട്, യാതൊരു തരത്തിലും അതിൽ പഞ്ഞിയോ പരുത്തിയോ ഒന്നുമില്ലാത്തത്. കുടീകൃതം തഥൈവാത്ര കമലാഭം സഹസ്രശഃ, ശ്ലക്ഷ്ണം വസ്ത്രം അകാർപ്പാസം ആവികം മൃദുചാജിനം. എത്ര തരത്തിലുള്ള കമ്പിളികളും കസവുകളും എന്തൊക്കെയാ കൊണ്ടു കൊടുത്തത്. ഇതൊക്കെ രാജാക്കന്മാർക്കുള്ള വിശേഷ സത്കാരങ്ങളും സമ്മാനങ്ങളും ഒക്കെയാണ്. ശ്രീകൃഷ്ണനും അങ്ങനെ ഒരു ക്ഷത്രിയ വംശത്തിൽ ജനിച്ചവനാ. അതുകൊണ്ട് അദ്ദേഹം കാണിച്ച ആ ദിവ്യരൂപമുണ്ടല്ലോ, വിശ്വരൂപം, ആ വിശ്വരൂപത്തിൽ വിശ്വത്തിലുള്ളത് മുഴുവൻ അവിടെ കാണണം. അവിടെ എന്തെല്ലാം നല്ലതുണ്ടോ അത് മുഴുവനും, എന്തെല്ലാം പ്രൗഢിപ്രതാപങ്ങളുണ്ടോ അത് മുഴുവനും, നാശകരമായ വസ്തുക്കൾ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും, സംരക്ഷകങ്ങളുണ്ടെങ്കിൽ അതും എല്ലാം തന്നെ ഒരുമിച്ച് കാട്ടിക്കൊടുക്കുകയാണ് അവിടെ ഉണ്ടായത്. അങ്ങനെ എല്ലാം കൂടി കണ്ടപ്പോ എന്തുണ്ടായി? ദിവിസൂര്യ സഹസ്രസ്യ ഭവേദ് യുഗപദുത്ഥിത യദി ഭാസദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. ദിവിസൂര്യ സഹസ്രസ്യ ഭവേദ് യുഗപദുത്ഥിത. നമുക്ക് സാധാരണ ഈ ഭൂമിയെ മുഴുവൻ ചുട്ടുപഴിപ്പിക്കുന്നത് ആരാ? സൂര്യൻ. ആ സൂര്യനിൽ നിന്നാണ് ചൂടും പ്രകാശവും ഒരുപോലെ നിർഗളിക്കുന്നത്. സൂര്യനും ചന്ദ്രനും തമ്മിൽ എന്താ മാറ്റം? ചന്ദ്രപ്രകാശം ഉഷ്ണമില്ലാത്തതാ, തണുപ്പാ. ചന്ദ്രൻ എത്ര പ്രകാശിച്ചാലും നമുക്ക് കുഴപ്പമില്ല, തണുപ്പാണ്. സൂര്യനോ പ്രകാശത്തിനനുസരിച്ച് ചൂടും കൂടും. ഉദയസൂര്യൻ ഒരു തരം, പോക്ക് സൂര്യൻ, അസ്തമന സൂര്യൻ ഒരു തരം, മധ്യാഹ്ന സൂര്യൻ വേറെ ഒരു വിധ. ചുട്ടുപഴുത്ത് തോലൊക്കെ കറുത്തുപോവും, ഉരിഞ്ഞു പോവും. കാക്കകളൊക്കെ ചുട്ട് പഴുത്ത് ചെത്തുവിടാറുണ്ട് നമ്മുടെ പൊരിഞ്ഞ വെയിലത്ത്. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ സ്ഥിതി? ദിവി സൂര്യ സഹസ്രസ്യ ഭവേദ് യുഗപദുത്ഥിത. 1000 സൂര്യന്മാർ ഒരുമിച്ച് ആകാശമണ്ഡലത്തിൽ ഉദിച്ചാൽ എന്തായിരിക്കും അതിന്റെ പ്രഭ, അതിന്റെ ഔഷ്ണ്യം, അതിന്റെ തീക്ഷ്ണത എത്രത്തോളം ഉണ്ടാകുമോ അത്രത്തോളമായിരുന്നു ആ കൃഷ്ണൻ എന്ന് അല്പം മുമ്പ് നിന്നുകൊണ്ടിരുന്ന ആ ദേഹത്തെ നോക്കി അർജുനൻ കണ്ടത്. യദിഭാ സദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ. പെട്ടെന്ന് പ്രകാശമാനമായ ജാജ്വല്യമാനമായ ആ കൃഷ്ണഗാത്രമുണ്ടല്ലോ, കൃഷ്ണന്റെ ശരീരം, ആ ശരീരം യദിഭാഹ സദൃശീ സാ സ്യാത്. 1000 ചുട്ടുപഴിപ്പിക്കുന്ന സൂര്യന്മാർ ഒരുമിച്ച് ആകാശത്തിൽ ഉദിച്ചാൽ എന്തായിരിക്കുമോ പ്രഭാപൂരം, അതേമാതിരിയുള്ള ഒരു പ്രഭാപൂരമായി തീർന്നു കൃഷ്ണ പരമാത്മ എന്ന് പറയുന്ന ആ ദേഹം. ആ ദേഹം തത്രൈകസ്ഥം ജഗത് കൃഷ്ണം പ്രവിഭക്തമനേകഥ അപശ്യത് ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തദാ. തത്രൈകസ്ഥം ജഗത് കൃഷ്ണം പ്രവിഭക്തം അനേകഥ അപശ്യത് ദേവദേവസ്യ ശരീരേ പാണ്ഡവസ്തഥാ. ഏകസ്ഥം ജഗത് കൃഷ്ണം പ്രവിഭക്തം അനേകഥ. ഈ പ്രപഞ്ചം മുഴുവനും നമുക്ക് അളക്കാൻ പറ്റാത്തത്ര വലിയ ഒരു ഗോളമാണ്, ഒരു സ്ഫിയറാണ്. ആ സ്ഫിയറിന്റെ ഏതോ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുക. ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂമി പരന്നതാ. വാസ്തവത്തിൽ ഭൂമി പരന്നതാണോ? അല്ല, അല്ല. ഭൂമി ഉരുണ്ട ഒരു ഗോളമാണ്. അതിന്റെ ഏത് ഭാഗവും ഇങ്ങനെ ആർച്ച് പോലെയാണ്. പക്ഷെ നമുക്ക് തോന്നുന്നത് പരന്നെന്നാ. അത് മുഴുവനും കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുമാതിരി ഭൂമിയുടെ മുകളിലുള്ള സമുദ്രമുണ്ടല്ലോ, ആ സമുദ്രം നിങ്ങൾ എവിടെ ചെന്ന് നോക്കിയാലും ആ വെള്ളം ഇങ്ങനെ പോയി ഇങ്ങനെ ഉരുണ്ടാണത് വരിക. ഭൂമിയുടെ മുകളിലാണല്ലോ വെള്ളം. അപ്പൊ ഭൂമി ഉരുണ്ടതാണെങ്കിൽ സമുദ്രവും ഉരുണ്ടതായിരിക്കണല്ലോ. പക്ഷെ ആ ഉരുളിച്ച് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഇപ്പൊ എന്താ സ്ഥിതി? തത്രൈകസ്ഥം ജഗത് കൃഷ്ണം. ഈ പ്രപഞ്ചത്തെ മുഴുവനും വിസ്തൃതമായിരിക്കുന്ന ഈ പ്രപഞ്ചഗോളത്തെ മുഴുവനും
പുറമെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതൊരൊറ്റ അച്ചുതണ്ടിലാണ് കിടന്ന് തിരിയണത് എന്ന്. എത്രയും വലിയ ഒരു ഗോളം കൊണ്ടുവരായിരുന്നു ഞാൻ. ഒരു ഗോളം, ഇതിനെ നമ്മൾ പുറമേ നിന്ന് നോക്കാൻ സാധിച്ചാൽ അതിന്റെ ഗോളാകൃതി മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കാണാൻ പറ്റുമ്പോൾ അതിനെ താങ്ങി നിൽക്കുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്ന് നമുക്ക് തോന്നും, മനസ്സിലാവും. ഇപ്പൊ നമുക്കത് കാണാൻ പറ്റണില്ല. എന്താ കാരണം? നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിലാണ്. ഇതിന്റെ അതിർത്തിയിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് നോക്കുമ്പോൾ എത്ര വലിയ വൃത്തത്തിന്റെയും ചെറിയ ചെറിയ ഒരു ഭാഗം പരന്നിരിക്കുകയുള്ളൂ. അതുമാതിരി പരന്നതായിട്ട് നമുക്ക് തോന്നുക. ഇവിടെ ഇപ്പൊ വിശ്വരൂപം മുഴുവൻ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ആ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ ദേഹത്തിൽ എന്താ കണ്ടത്? തത്രൈകസ്ഥം ജഗത് കൃഷ്ണം ജഗത്, ഈ ജഗത്ത് മുഴുവനും തത്ര ഏകസ്ഥം, ഒരൊറ്റ അച്ചുതണ്ടിൽ അങ്ങനെ നിൽക്കുന്നത് പോലെയാണ് ഈ ജഗത്ത് മുഴുവനും അർജുനന് അനുഭവപ്പെട്ടത്. പ്രവിഭക്തമനേകഥ, പല പ്രകാരത്തിലും വിഭജിക്കപ്പെട്ട് അനേകമായി തീർന്നിട്ടുള്ള ഈ പ്രപഞ്ചം മുഴുവനും ഒരു ഗോളം എങ്ങനെയാണോ അതിന്റെ അച്ചുതണ്ടിൽ, അതേപോലെ കൃഷ്ണപരമാത്മാവിന്റെ ദേഹത്തിൽ ഊന്നി നിൽക്കുന്നതായി അർജുനൻ കണ്ടു. അപശ്യത് ദേവദേവസ്യ ശരീരേ, ദേവദേവനായ കൃഷ്ണന്റെ ശരീരത്തിൽ കണ്ടു. പാണ്ഡവസ്തത, ആ സമയത്ത് അതുവരെ കണ്ടത് പുറമേയുള്ള ലോക, അതൊക്കെ വിട്ട് കൃഷ്ണന്റെ ദേഹത്തിൽ പ്രകാശപൂരിതമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് മുഴുവനും ആ ഒറ്റ ദേഹത്തിൽ ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്ന് വൃത്തം മുഴുവനും ഉണ്ടാകുന്നത് പോലെ ഒരു പ്രത്യേകപ്പെട്ട ദർശനം, പ്രതിഭാസമാണ് കണ്ടത്. തതസ്സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയഃ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത. ഇങ്ങനെ വിസ്മയാവഹം, ഭയാനകം, അതിർത്തിയില്ലാത്തത്, വിഭാവനം ചെയ്യാൻ പറ്റാത്തത്, ഒരു തരത്തിലും മോഹിക്കാനോ ഗ്രഹിക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെ ഒരു പ്രഭാപൂരമായി അതിൽ അനവധിയുണ്ട്. ആ അനവധി മുഴുവൻ ഒരു ഞെട്ടിയിലുള്ള മാങ്ങക്കൊല പോലെ എല്ലാം ഒരുമിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇതങ്ങോട്ട് കണ്ടപ്പോ അർജുനന് എന്താ തോന്നുക? തതഃ സവിസ്മയാവിഷ്ടോ, അദ്ഭുതം, ആശ്ചര്യം, അതിശയാവഹത്വം, അതല്ലാതെ വേറെ എന്താ തോന്നുക? നമ്മൾ സാധാരണ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടാൽ സുന്ദരം അസുന്ദരം എന്നൊക്കെ പറയും, സുന്ദരം. ഇത് നമുക്ക് കാണാനും അളക്കാനും ഒന്നും പറ്റാത്ത വിശേഷപ്പെട്ട ഒരു മാത്രയിൽ ഒരു ദൃശ്യം കണ്ടാൽ അദ്ഭുതം 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 എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ വിസ്മയാവിഷ്ടനായി അത്രേ അർജുനൻ. വിശ്വരൂപം കാണണം, കാണിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു മനസ്സിലുള്ള അഭിപ്രായം എന്ന് നമുക്കറിയില്ല. കണ്ടപ്പോഴോ വിസ്മയാവിഷ്ട ഹൃഷ്ടരോമാ ധനഞ്ജയഃ, ശരീരം മുഴുവൻ പുളകിതഗാത്രനായി, രോമരോമാഞ്ചം എല്ലാം തന്നെ എടുത്തു പിടിച്ചിരിക്കുകയാണ്. ഹൃഷ്ടരോമാ ധനഞ്ജയഃ പ്രണമ്യ ശിരസാ ദേവം, ശിരസ്സുകൊണ്ട് ആ കൃഷ്ണപരമാത്മാവിന്റെ വിശ്വരൂപത്തെ നമസ്കരിച്ചു. കൃതാഞ്ജലി അഭാഷത, കൈ രണ്ടും കൂപ്പി അഞ്ജലിബദ്ധനായി അവിടുന്ന് അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങി. കണ്ടിട്ട് തന്റെ മനസ്സിലുള്ള പ്രതികരണം എന്തോ, ആസ്വാദനമാണെങ്കിൽ ആസ്വാദനം, ഭയമാണെങ്കിൽ ഭയം, വേറെ വല്ല ഭാവങ്ങളും ഉണ്ടെങ്കിൽ അത് കൃഷ്ണന്റെ അടുത്ത് തന്നെ തുറന്നു പറഞ്ഞു കളയാം. ഞാൻ പറഞ്ഞിട്ടല്ലേ വിശ്വരൂപം കാണിച്ചു തന്നത്. ആ വിശ്വരൂപം ഇപ്പോ അദ്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാണാനും അധിക നേരം പറ്റുന്നില്ല. അപ്പൊ ഞാൻ എന്തു വേണം? ആ കൃഷ്ണപരമാത്മാവിനോട്, കൃഷ്ണനോട് തന്നെ എന്റെ മനസ്സിൽ തോന്നുന്ന വികാരം ഉണർത്തിച്ചു കളയാം എന്ന് പറഞ്ഞ് കൃഷ്ണനോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഈശ്വരനെ ചൊല്ലി എന്താ അനുഭവം ഉണ്ടായാലും ആ അനുഭവത്തെ ഈശ്വരന് തന്നെ സമർപ്പിച്ച് അങ്ങനെ മുന്നോട്ട് പോവാൻ നിങ്ങൾ പഠിക്കണം. ചിലരൊക്കെ പറയും ഈശ്വരനെ വിചാരിച്ചു, അതുണ്ടായി ഇതുണ്ടായി. എന്താ അതുണ്ടാവണേ ഇതുണ്ടാവണേ? ഉണ്ടാവുന്നത് മുഴുവൻ ഈശ്വര നിയന്ത്രണത്തിൽപ്പെട്ടതാണ്. ഭക്തിയുടെ പാരവശ്യത്തിലോ ഭക്തിയുടെ പാരമ്യതയിലോ ഭക്തിയുടെ അതിക്രമത്തിലോ പെട്ട് ചില അനുഭവങ്ങളോ വിറയോ തുറയോ ഒക്കെ ഉണ്ടായി എന്നൊക്കെ വരാം. അങ്ങനെ എന്ത് വന്നാലും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ക്ഷണിച്ചു വരുത്തിയതല്ലോ. ക്ഷണിച്ചു വരുത്താത്ത ഒരു വികാര വിക്ഷുബ്ധത തന്നെ അത് അതിൻ്റെ പാട്ടിൽ ഉപശമിച്ചോളും.
അതിന് നമുക്ക് എന്ത് സംഭാവനയോ സമർപ്പണമോ മുതൽക്കൂട്ടോ നൽകാനുണ്ടോ അത് നൽകി അത് അതിൻ്റെ പാട്ടിൽ ഉപശമിച്ചോളും. ഒട്ടും നിങ്ങൾ പേടിക്കരുത്. ഭക്തി സമഗ്രമാണ്, സർവഗ്രാഹിയാണ്, സർവദാഹകമാണ്. എല്ലാറ്റിനെയും ദഹിപ്പിക്കാനും അതിന് പറ്റും. അങ്ങനെയുള്ള ഭക്തിയെ പൂർണ്ണമായി ആശ്രയിക്കുക. തതസ്സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാധനഞ്ജയ പ്രണമ്യ ശിരസാ ദേവം കൃതാഞ്ജലിരഭാഷത. ഭക്തിയിൽ നിങ്ങൾ എന്ത് അനുഭവങ്ങൾ വേണമെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ആ അനുഭവം നിങ്ങളെ നമ്രശിരസ്കരാക്കി കൈ രണ്ടും കൂപ്പി ഭഗവാനോട് സംസാരിക്കുന്ന മാതിരി സംസാരിച്ചോളൂ. എന്ത് വേണോ അത് സംസാരിച്ചോളൂ. ധ്രുവൻ വിഷ്ണു പെട്ടെന്ന് പ്രത്യക്ഷമായപ്പോ എന്ത് ചെയ്തു ഈ ധ്രുവൻ? പാവം, 5 വയസ്സ് പ്രായം, അമ്മ പറഞ്ഞയച്ചിരിക്കുന്നു. കാട്ടിലേക്ക് ഒറ്റയ്ക്കാണ് പോയത്. നാരദൻ തടുത്തു നിർത്തി പേടിപ്പിച്ചു, മടങ്ങിപ്പോവാൻ പറഞ്ഞു. കൂട്ടാക്കിയില്ല. ഞാൻ ക്ഷത്രിയനാണ്, എല്ലാവർക്കും മഹാവിഷ്ണു ദുരാരാധ്യനാണെങ്കിൽ അത് തന്നെ മതി എനിക്ക് ആരാധിച്ച് തൃപ്തിപ്പെടുത്താൻ, പ്രേരണ നൽകാൻ. ഞാൻ പിൻവാങ്ങുന്ന കുട്ടിയല്ല മഹർഷയെ, ക്ഷത്രിയ ബീജമുള്ളവനാണ് ഞാൻ. അതുകൊണ്ട് എല്ലാവരും കഷ്ടപ്പെട്ട് നേടിയില്ലെങ്കിൽ ഞാൻ കൂടുതൽ കഷ്ടപ്പെട്ട് നേടും. ആ ഒരു വിചാരമാണ്, തീവ്രതയാണ് എൻ്റെ മനസ്സിലുള്ളത്. എന്നെ സഹായിക്കാനോ അനുകൂലിക്കാനോ അനുഗ്രഹിക്കാനോ അങ്ങയുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ വായ തുറക്കൂ, അല്ലെങ്കിൽ മടങ്ങിപ്പോവൂ. ഞാൻ പിന്തിരിപ്പിക്കപ്പെടുന്നവനല്ല എന്ന് ഉറച്ചു പറഞ്ഞപ്പോൾ നാരദ മഹർഷിക്ക് ഉള്ളു കുളിർത്തു. ആ, ഇങ്ങനത്തെ കുട്ടികളെ തന്നെയാണ് ഞാൻ കാണാൻ പ്രതീക്ഷിക്കുന്നത്. ഇതേവരെ കണ്ടില്ല, നടാടെ കണ്ടതാ. പൊന്നു മോനെ, നെറ്റിയിലൊരു ചുംബനം കൊടുത്ത് മന്ത്രവും ഉപദേശിച്ച് പുറത്ത് തട്ടി പറഞ്ഞയച്ചു. അവിടെ ചെന്ന് ആദ്യം ഒരു നേരം ഭക്ഷണം, ആ ഭക്ഷണത്തിൽ ഓരോന്നോരോന്ന് കുറച്ചു, വെള്ളം മാത്രം കുടിച്ചു, ഒറ്റക്കാലിൽ നിന്നു. അവസാനം ശ്വാസവും കൂടി വേണ്ട എന്ന് വെച്ച് ലോകം മുഴുവൻ വീർപ്പ് മുട്ടിൽ നട്ടം തിരിഞ്ഞപ്പോഴാണ് മഹാവിഷ്ണു ഓടി വരാൻ തീരുമാനിച്ചത്. എല്ലാവരും കൂടി പോയി കംപ്ലൈൻ്റായി, പരാതിയായി, ആശ്രയായി. ഞങ്ങൾക്ക് ശ്വാസം ശരിക്കും കിട്ടണില്ലല്ലോ ഭഗവാനെ, എന്തു പറ്റി എന്തോ. അപ്പോഴാണ് പറഞ്ഞത്, പേടിക്കണ്ട, ആ കുട്ടി എന്നെക്കുറിച്ച് തപസ് ചെയ്യുന്നുണ്ട്. അവൻ തീവ്ര ബുദ്ധിയോട് കൂടി ചെയ്യുക. ചെറിയ കുട്ടിയല്ലേ, ചിലപ്പോൾ ഇത്തിരി അതിക്രമമൊക്കെ ഉണ്ടാവും. ഞാൻ പോവാം, ശരിയാക്കാമെന്ന് പറഞ്ഞ് പുറപ്പെട്ടു. ആ പുറപ്പെട്ട് അവിടെ ചെന്നപ്പോൾ ധ്രുവന്റെ സ്ഥിതി എന്താ? കണ്ണടച്ചിങ്ങനെ തപസ് ചെയ്യുക. കണ്ണടച്ച് തപസ് ചെയ്യുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ ആ തേജപുഞ്ചം, തേജോമയമായ രൂപം ഉള്ളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പെട്ടെന്ന് ഠാപ്പ് ആ രൂപ പോയി. അപ്പോൾ ഒരു ഇരുട്ടങ്ങോട് വന്ന മാതിരി. അപ്പൊ എന്തായിരിക്കും ആഘാതം? ആലോചിച്ച് നോക്കൂ. പെട്ടെന്ന് എന്താണാവോ, കണ്ണു തുറന്നപ്പോ മുമ്പിൽ മഹാവിഷ്ണുവാണ്. ഇതുണ്ടോ ആ കൊച്ചുകുട്ടി പ്രതീക്ഷിച്ചു? പ്രതീക്ഷിച്ചില്ല. മഹാവിഷ്ണു വന്നു നിൽക്കണു മുമ്പില്. എന്താ ചെയ്യാ? ഒന്നും ചെയ്യാൻ അറിയില്ല. 5 വയസ്സായ കുട്ടി എന്താ ചെയ്യാ? അങ്ങനെ ഒന്നും ചെയ്യാനറിയാതെ വിഷമിച്ചു കൊണ്ടിരിക്കുമ്പോ എല്ലാവരും എന്ത് ചെയ്യും? ഭക്തന്മാര് കൈകൂപ്പി കണ്ണടച്ചോ തുറന്നോ സ്തുതിക്കും. എന്തെങ്കിലും ഒരു സ്തുതിക്കും. അത്ഭുതാവഹമായ ഒരു കാര്യം കണ്ടാൽ, വിസ്മയം നമുക്ക് മനസ്സിൽ തോന്നിയാൽ അതിനെ സ്തുതിക്കുക. അതാണ് നമ്മുടെ സ്വാഭാവികമായ പ്രേരണ. നമ്മളെക്കാൾ മുതിർന്നവർ, പ്രതാപമുള്ളവർ, പ്രഭാവമുള്ളവർ, അവരെയൊക്കെ കണ്ടാൽ എന്താ ചെയ്യുക? കാക്കൽ കുമ്പിട്ട് നമസ്കരിച്ച് അനുഗ്രഹം യാചിക്കുക. ഇതാണ്. അപ്പൊ ഈ കുട്ടിയും ചെയ്യേണ്ടത് അതാ. പാവം പക്ഷെ വായിന്ന് വാക്കുകളൊന്നും വരണില്ല. ഉള്ളിൽ കണ്ട പ്രകാശം ഉടനെ പിൻവലിഞ്ഞു. പുറത്തു നോക്കിയപ്പോൾ ചതുർഭുജധാരിയായ മഹാവിഷ്ണുവാ വന്ന് നിൽക്കുന്നത്. അപ്പൊ വിഷ്ണുവിന് കാര്യം മനസ്സിലായി. കയ്യിലുള്ള ശംഖെടുത്ത് 2 കവിളും ഒന്ന് തലോടി. ഈ ശംഖ എന്ന് പറയണത് എന്താ? ആർക്ക് വേണമെങ്കിൽ ഊതാം. ഊതിക്കഴിഞ്ഞാലോ ആ ശംഖത്തിന്റെ നാദം, ആ സ്വരം, അത് വളരെ വിശേഷപ്പെട്ടതാ. ആരുടെ ശബ്ദത്തെയും പവിത്രവും ദിവ്യവുമാക്കി പുതിയ ഒരു ധ്വനി കൊടുത്ത് അവതരിപ്പിക്കുന്നതാണ് ശംഖ്. അപ്പോ ധ്രുവന് ആ ശംഖസ്പർശം തട്ടിയതോടുകൂടി വാചാലത വന്നു. മഹാവിഷ്ണുവിനെ സ്തുതിക്കാൻ സാധിച്ചു. ആ ആദ്യത്തെ സ്തുതിയാണ് ഭാഗവതത്തിന്റെ രഹസ്യം. യോന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധര സ്വധാംന അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. 5 വയസ്സായ കുട്ടിയാ പറയണത്. മഹാവിഷ്ണുവിനെ അങ്ങാണ് പരമപുരുഷൻ. എല്ലാവരുടെയും ശരീരത്തിന്റെ ഉള്ളിൽ കടന്നുകൂടി അവിടെ സ്ഥിരം പാർപ്പിടമാക്കി
അവരുടെ ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും മനസ്സിനെയും എല്ലാറ്റിനെയും അതാത് കാര്യങ്ങളിൽ വിനിയോഗിച്ച് പ്രേരിപ്പിച്ച് പ്രവർത്തിപ്പിച്ച് അങ്ങനെ എല്ലാ സമയത്തും ഒരുപോലെ അനസ്തപ്രഭനായി വാഴുന്ന മഹാപ്രഭു മഹാപുരുഷനായ അങ്ങയെ നമസ്കരിക്കണു നമസ്കരിക്കണു എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്തുതി. എല്ലാവരും അങ്ങനെയാ. അപ്പൊ അർജുനനും ഇവിടെ എന്താ ചെയ്തത്? തതസ്സ വിസ്മയാവിഷ്ടോ ഹൃഷ്ടരോമാ ധനഞ്ജയ. ആ രൂപം അങ്ങോട്ട് കണ്ടിട്ട് വിസ്മയത്താൽ ആവേശിതനായി. ഹൃഷ്ടരോമ, പറയേണ്ടി വന്നില്ല, ശരീരത്തിലുള്ള രോമകൂപങ്ങൾ മുഴുവനും എല്ലാ രോമങ്ങളും എഴുന്നേറ്റ് നിന്നു. ദേവനെ നമസ്കരിച്ച അർജുനൻ പറയുകയാണ്, ഈ വിശ്വരൂപത്തിനെ പറ്റി നമുക്ക് എത്രയൊക്കെ വെർഷനുണ്ട്. ഒന്ന്, ആ വിശ്വരൂപം കണ്ടോളൂ എന്ന് പറഞ്ഞ് എന്തൊക്കെയാ കാണിച്ചു തരാൻ പോണേ എന്ന് സൂചനാരൂപത്തിൽ കൃഷ്ണൻ പറഞ്ഞതൊന്ന്, കണ്ടത് വർണ്ണിച്ചത് അർജുനൻ. ഇത് രണ്ടും കണ്ടുകൊണ്ടിരിക്കുന്ന സഞ്ജയൻ പറയുന്നത് മൂന്നാമത്തെ ഒരു വെർഷൻ. നമുക്ക് കിട്ടിയിട്ടുള്ളതോ വ്യാസമഹർഷി എഴുതി തന്നത്. ബാക്കിയുള്ളതൊക്കെ ഒരു പക്ഷേ താത്കാലികങ്ങളാണെന്ന് പറയാം. കൃഷ്ണൻ പറഞ്ഞ വാക്ക് പറഞ്ഞതോടുകൂടി ആകാശത്തിൽ ലീനമായി. അർജുനൻ കണ്ടത് കണ്ട മാത്രയിൽ അത് കഴിഞ്ഞ് അത് പിൻവലിച്ച് അതും പോയി. പക്ഷേ വ്യാസമഹർഷി എഴുതിയത്, സഞ്ജയൻ പറഞ്ഞതും അതുപോലെ പോയി. വ്യാസമഹർഷി എഴുതിയതോ ഒരു കോട്ടവും കുറവുമില്ലാതെ, ഒരു ലിപി മാറാതെ, വള്ളിപുള്ളി നീങ്ങാതെ നമ്മുടെ മുൻപിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ എത്ര വിവരണ ഇവിടെ കൃഷ്ണൻ പറയുന്നത്, അർജുനൻ വിവരിക്കുന്നത്, സഞ്ജയൻ കേട്ടത്, വ്യാസമഹർഷി പറയുന്നത്. അതിൽ ആ വ്യാസമഹർഷി പറയുന്നതാണ് നമ്മുടെ മുൻപിൽ. പശ്യാമി ദേവാംസ്തഭദേവദേഹേ സർവാംസ്തദാ ഭൂതവിശേഷ സംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാൻ ഉരഗാംശ്ച ദിവ്യാൻ അനേകബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോനന്ദരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. നോക്കൂ ആ ശബ്ദപ്രയോഗങ്ങള്. പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. ആ പദങ്ങൾ അങ്ങോട്ട് പറയുമ്പോ നിങ്ങൾക്ക് ആ വിശ്വഭാവന, ആ വിശ്വവ്യാപക ഭാവന വരികയാണ്. ഇവിടെ കാണിച്ചു കൊടുത്തത് വിശ്വരൂപ ദർശനമാണ്. വിശ്വത്തോളം വ്യാപിച്ചു നിൽക്കുന്ന ഒരു രൂപമാണ് കാണിച്ചു കൊടുക്കുന്നത്. സ്വതവേ കൃഷ്ണൻ രണ്ട് കൈയും ഒരു തലയും രണ്ട് കൈയുമുള്ള രണ്ട് കണ്ണുമുള്ള ഒരു മനുഷ്യ ശരീരമാണ്. ആ മനുഷ്യ ശരീരത്തിൽ ഇവിടെ അർജുനൻ കണ്ടത് ഇത്ര വിശേഷപ്പെട്ടതാ. കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്ദം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കദ്യുതിമപ്രമേയം ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയഃ ശാശ്വതധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. നിങ്ങളുടെ മനസ്സൊക്കെ അങ്ങോട്ട് വികസിക്കട്ടെപ്പാ, വികസിക്കട്ടെ. നാം ആരാധിക്കുന്ന ഈശ്വരൻ ബിന്ദു പോലെ കുത്തുപോലെ ഒന്നല്ല, യവക്കണക്കിനുള്ള ബിംബമല്ല, കളമെഴുതുന്ന കളത്തിലുള്ള 4 അടിയോ 5 അടിയോ 6 അടിയോ നീളമുള്ളതല്ല. നാം ആരാധിക്കുന്നത് എന്തോ ആകട്ടെ, ആരാധിക്കപ്പെടുന്നത് ഒരു വൈഭവമാണ്, ഒരു പ്രതിഭാസമാണ്. അത് അതിമഹത്തായ ഒരു സാന്നിധ്യമാണ്, ഒരു അസ്തിത്വമാണ്. അത് മനസ്സിനും ബുദ്ധിക്കും മാത്രം ഗ്രഹിക്കാവുന്ന വിശേഷപ്പെട്ട ഒരു ഉൾപ്രകാശമാണത്. അത് ഒരു തരത്തിലുള്ള ഉണർവിന്റെ വൈഭവമാണ്. കണ്ണുകൊണ്ട് കാണുന്നത് ദൃശ്യലോകം, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതാണ് ദൃക് വൈഭവം, ദൃഗ്വൈഭവം. ഈശ്വരൻ ഈശ്വരൻ എന്ന് പറയുന്നത് ദൃഷ്ടമണ്ഡലത്തിലാണ്, ദൃശ്യമണ്ഡലത്തിലല്ല. ദൃശ്യം കാണാനാണ് ഇന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള മനസ്സ് തന്നെ രൂപപ്പെട്ടിട്ടുള്ള ആ മൂലപ്പൊരുൾ അന്തരാത്മ, അവിടെയാണ് ദൃക്കിന്റെ വിസ്താരവും മഹിമയും മഹാത്മ്യവുമെല്ലാം. നിങ്ങളെല്ലാവരും അന്തർമുഖമായി തീരൂ, കണ്ണടയ്ക്കൂ, ഉൾ പരിശുദ്ധമാവട്ടെ, ബുദ്ധിക്ക് വികാസം വരട്ടെ,
സ്ഥൂല വസ്തുക്കളിൽ നിന്ന് പിൻവലിഞ്ഞ് മനസ്സ് സൂക്ഷ്മമയമായി തീരട്ടെ. സ്ഥൂല വസ്തു പരിമിതമാണ്, സൂക്ഷ്മം മാത്രമേ അപരിമിതമായിട്ടുള്ളൂ. വിശ്വരൂപം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ വിശ്വം എന്ന് പറയുന്ന ആ വ്യാപ്തി ഉണ്ടല്ലോ, അത് മനസ്സിൽ അങ്ങോട്ട് അങ്കുരിക്കണം. അത് അങ്കുരിച്ചുകൊണ്ട് കൃഷ്ണൻ പറയാണ്, ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയഃ ശാശ്വതധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. കൃഷ്ണനെ നോക്കി പറയാണ്, സനാതനസ്ത്വം പുരുഷ, അങ്ങ് സനാതനായിരിക്കുന്ന പുരുഷനാണ്. ദേവകി പെറ്റ യശോദ വളർത്തിയിട്ടുള്ളത് അങ്ങയുടെ ശരീരത്തെ മാത്രം. ആ ശരീരത്തിന്റെ ഉള്ളിൽ ജാജ്വല്യമാനമായി ശരീരത്തെ ഉജ്ജീവിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ അതിസൂക്ഷ്മ അന്തഃപ്രകാശമുണ്ടല്ലോ, സാന്നിധ്യം, അത് വിശ്വത്തോളം വ്യാപകമാണ്. ഇത് കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ശരി, എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. നിങ്ങളെല്ലാവരും അമരമൂർത്തികളാണ്. അനശ്വരമാണ് നിങ്ങളുടെ അസ്തിത്വം, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ ഉൾസത്ത. ശരീരം മാത്രമാണ് നശ്വരം, മർത്യം മർത്യം മർത്യം. നമ്മൾ ജനിക്കുമ്പോൾ 2 വിധത്തിലുള്ള അഭിഷേകമാണ് നമുക്ക്. ശരീരം കൊണ്ട് നശ്വരത, ഉള്ളാത്മാവ് കൊണ്ട് അനശ്വരത. ഈ 2 വ്യക്തിത്വവും ഒരുപോലെ അഭിഷേകം ചെയ്യപ്പെട്ടിട്ടാണ് ഓരോ കുട്ടിയും മാതൃഗർഭത്തിൽ നിന്ന് ജനിക്കുന്നത്, വളരുന്നത്. ആ ജനിച്ചു കഴിഞ്ഞാൽ ദേഹം മാത്രം നമ്മളിൽ എപ്പോഴും പ്രതിഫലിക്കുന്നു. ആ ദേഹത്തിലുള്ള ഇന്ദ്രിയങ്ങൾ കൊണ്ട് ബാക്കി ലോകവസ്തുക്കളെ കണ്ട് സ്ഥൂലദർശനം സ്ഥൂലാനുഭവം എന്ന് പറഞ്ഞ് പരിമിതപ്പെട്ട് കഴിഞ്ഞുകൂടാണ്. അതൊക്കെ തട്ടിമുട്ടി കണ്ണടച്ച് ഉള്ളിലിരുന്ന് ഈ വിശ്വരൂപ ദർശന വിവരണം ഒന്ന് വായിക്കൂ കൂട്ടരെ. നിങ്ങളുടെ മനസ്സ് ദേഹാതിർത്തികളൊക്കെ വിട്ടു പോട്ടെ. ഈ കെട്ടുപൂട്ട് ഉലർന്നു പോട്ടെ, അഴിഞ്ഞു പോട്ടെ. കെട്ടിപ്പൂട്ടി വച്ചിരിക്കുക. നിങ്ങൾ ഇരിക്കുന്നത് ദേഹത്തിൽ എനിക്കൊരു വിരോധമില്ല. നിങ്ങളുടെ മനസ്സുകൊണ്ട് ദേഹത്തെ ഭേദിച്ച് വിശ്വത്തോളം കാണാൻ എന്താ വിഷമം? കാലത്ത് നമ്മൾ സൂര്യനെ കാണുന്നു. സൂര്യന് എത്രയാ? ലക്ഷോപലക്ഷം കിലോമീറ്റർ ദൂരെയാണ് സൂര്യമണ്ഡലം. നിങ്ങളുടെ ചെറിയ കണ്ണുകൊണ്ട് അതിനെ കാണുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ നിങ്ങളുടെ വ്യാപ്തി എത്രയാ? രാത്രിയിൽ നക്ഷത്ര പങ്ക്തികളെ നിങ്ങൾ കാണുന്നില്ലേ? ഓരോ നക്ഷത്രവും അതിന്റെ പ്രകാശം ഇനിയും ഭൂമിയിൽ എത്തിയിട്ടില്ല, അത്രത്തോളം അകലെയാണ്. ആ അകലം മുഴുവനും നമ്മുടെ കൊച്ചു കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുവെങ്കിൽ ഈ കൊച്ചു കണ്ണുകളെ നമ്മുടെ ഉള്ളിലുള്ള ഉണർവ് രചിച്ചു തന്നു മാതൃഗർഭത്തിൽ എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉൾപ്രകാശത്തിന്റെ മഹിമ എത്ര, വലിപ്പം എത്ര, മേന്മ എത്ര, അതിന്റെ പ്രഭാവം എത്ര, അതിന്റെ മികവെത്ര? ഒന്ന് ചിന്തിക്കുമപ്പാ, ഒന്ന് ചിന്തിക്കൻ. കാലത്തെണീറ്റ വൈകുന്നേരം വരെ ഈ നശിച്ചു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉരുവിട്ട് അങ്ങനെ നശിച്ചു പോവാ നമ്മുടെ വ്യക്തിത്വം. ആ സ്ഥിതിയൊക്കെ ഒന്ന് അങ്ങോട്ട് മാറട്ടെ. അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുതാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. അനാദിമധ്യാന്തമനന്തവീര്യം. 1/2 മിനിറ്റ് മുമ്പ് കൃഷ്ണനാണ്. ഈ 1/2 മിനിറ്റിൽ ആ വന്നിട്ടുള്ള വ്യത്യാസം ഉൾക്കൊണ്ട് അർജുനൻ മനസ്സിൽ പരിവർത്തനം വന്ന് പറയാണ്, അനാദിമധ്യാന്തമനന്തവീര്യം. ആദിയില്ലാതെ, മധ്യമില്ലാതെ, അന്തമില്ലാതെ അനന്തമായ വീര്യത്തോടു കൂടിയവനെ, അനന്തബാഹും, എത്രയെത്ര കൈകളാണ് എണ്ണാൻ പറ്റുന്നില്ല. ശശി സൂര്യനേത്രം. ശശി സൂര്യൻ ഇത് രണ്ടും 2 കണ്ണുകൾ പോലെയാ. പശ്യാമി ത്വാം ദീപ്തഹുതാശവക്ത്രം. ആ മുഖം എങ്ങനെയാ? പ്രഭാദീപ്തമാണ്. ദീപ്തഹുതാശവക്ത്രം. അഗ്നി പോലെയാണ്. സ്വതേജസാ വിശ്വമിദം തപന്തം. സ്വന്തം തേജസ്സിനാൽ ഈ വിശ്വത്തിനെ മുഴുവൻ തപിപ്പിക്കുന്നവനാണങ്ങ്. ആ ആളുടെ മുൻപിലാണ് കൃഷ്ണൻ. ആ ആളാണ് തേരാളി.
അദ്ദേഹം നയിക്കുന്ന പ്രകാരമാണ് ഇവിടെ യുദ്ധം ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ പോകുന്നു അർജുനന്റെ സ്തുതികൾ. പശ്യാമി ദേവാംസ്തവ ദേവദേഹേ സർവാംസ്തഥാ ഭൂതവിശേഷ സംഘാൻ ബ്രഹ്മാണമീശം കമലാസനസ്ഥം ഋഷീംശ്ച സർവാൻ ഉരഗാംശ്ച ദിവ്യാൻ. ആ വിശ്വരൂപത്തിന്റെ വർണ്ണനയിൽ കാണുന്നത് എന്താ? ആദ്യമായി ഈ സൃഷ്ടിയുടെ തുടക്കം. സൃഷ്ടി തുടങ്ങിയത് ആരാ? ബ്രഹ്മാവ്. ബ്രഹ്മാവ് എവിടെയാ? താമരപ്പൂവിൽ. അപ്പൊ ആ തുടക്കത്തിൽ നിന്ന് തുടങ്ങി ഇവിടെ പ്രധാനപ്പെട്ട ഊന്നൽ എവിടെയാ? ഈ പ്രചണ്ഡമായ മഹാഭാരത യുദ്ധം നടക്കാൻ പോണു. അതിലെല്ലാവരും മരിച്ച് വെന്തു വെണ്ണീറാവാൻ പോവാണ്. ആ നാശത്തെ പ്രകടമാക്കി മുൻപേ കാണിച്ചു കൊടുക്കണം, സംശയങ്ങൾ മുഴുവൻ തീർക്കണം. അപ്പൊ അങ്ങോട്ടുള്ള വളർച്ചയാണ്. പശ്യാമി ദേവാംസ്തവ ദേവദേഹേ, അങ്ങയുടെ ദേഹത്തിൽ ഞാൻ എല്ലാ ദേവന്മാരെയും കാണുന്നു. സർവാംസ്തഥാ ഭൂതവിശേഷ സംഘാൻ, ദേവന്മാരെ മാത്രമല്ല ഉള്ള ഭൂതവിശേഷങ്ങളെയും അവരുടെ സംഘങ്ങളെയും എല്ലാറ്റിനെയും കാണുന്നു. നമ്മുടെ ഇതിഹാസത്തിലും പുരാണത്തിലും പറയുന്ന യക്ഷന്മാര്, ഗന്ധർവന്മാര്, കിന്നരന്മാര് എല്ലാവരും അതിലുണ്ട്. ബ്രഹ്മാണമീശം, എല്ലാറ്റിനെയും സൃഷ്ടിക്കുന്ന ബ്രഹ്മാവുമുണ്ടവിടെ. കമലാസനസ്ഥം, താമരപ്പൂവിൽ ആസനമുറപ്പിച്ച് അതിൽ നിന്ന് അങ്ങോട്ട് വികസിച്ച് പൊട്ടിമുളച്ചു വരുന്ന ബ്രഹ്മാവ്. ഋഷീംശ്ച സർവാൻ ഉരഗാംശ്ച ദിവ്യാൻ, ഋഷീംശ്ച സർവാൻ, എല്ലാ മഹർഷിമാരും ഉണ്ട് ഈ വിശ്വരൂപത്തിൽ. ഉരഗാംശ്ച ദിവ്യാൻ, ദിവ്യമായ അനവധി സർപ്പങ്ങൾ, പാമ്പുകളുമുണ്ടവിടെ. കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം. അല്ല, അനേകബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോനന്ദരൂപം. അനേകബാഹൂദരവക്ത്രനേത്രം, അനേകം, എണ്ണമില്ലാത്തത്ര, എത്രയോ. ബാഹൂദരവക്ത്രനേത്രം, അനവധി കൈകൾ, അനവധി വയറുകൾ, അനവധി മുഖങ്ങൾ, അനവധി കണ്ണുകൾ. പശ്യാമി ത്വാം സർവതോ അനന്തരൂപം. അവിടെ ഞാൻ കാണുന്നു സർവതോനന്തരൂപം. എല്ലാ വശം കൊണ്ടും അനന്തതയാണ് അവിടെ കാണുന്നത്. അനന്തരൂപമാണ്. ഒരു ഭാഗത്തല്ല, ഏതു വശത്ത് വേണമെങ്കിൽ നോക്കിക്കോളൂ. കിഴക്കോട്ടും വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും മുൻപിലും പിൻപിലും മുകളിലും ചോടിലും സർവ്വദിക്കിലും എല്ലാ ദിശയിലും അനന്തത അനന്തത അനന്തത. അങ്ങനെയല്ലേ വാസ്തവത്തിൽ വിശ്വം? നിങ്ങൾ ഭൂമിയുടെ ഏത് ഭാഗത്ത് ചെന്ന് നിന്നോളൂ, എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ അനന്തമാണ് നമുക്ക് മുമ്പിലുള്ള വിസ്തൃതി. എല്ലാ ദിക്കിലും അങ്ങനെയാ. സർവതോനന്തരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം. ഈ കാണുന്ന വിശ്വരൂപത്തിന്, ഈ വിശ്വവ്യാപകതയ്ക്ക് ഞാൻ ഒരു അന്തം കാണുന്നില്ല, മധ്യവും കാണുന്നില്ല, ഇതിന് ആദിയും കാണുന്നില്ല. നോക്കൂ, അർജുനൻ പറയണു, കൃഷ്ണന്റെ രൂപം കണ്ടിട്ട് സ്വയം പറയാണ്, ആദിയും മധ്യവും അന്തവുമില്ലാത്ത രൂപമാണിത് എന്ന്. അപ്പൊ മനസ്സ് സാധാരണയുള്ള മാത്രകളും മാനങ്ങളുമെല്ലാം വിട്ട് ഒരു പുതിയ ദിവ്യ ഉപരിതലത്തിലേക്ക് അങ്ങോട്ട് പ്രയാണം ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. നോർമലി അവർ മൈൻഡ് വർക്ക്സ് ഇൻ എ 3-dimensional മാനർ. ആ 3 ഡയമെൻഷനൊക്കെ പോയി ഇറ്റ് ഹാസ് റിസൺ ഫ്രം ഫൈനിറ്റ്യൂഡ് ടു ദ ഇൻഫിനിറ്റ് ലെവൽ ഓഫ് പെർസെപ്ഷൻ. ആദിയില്ല, അന്തമില്ല, മധ്യമവുമില്ല, ആദ്യന്ത മധ്യമങ്ങളില്ലാത്ത ഒരു വിശേഷപ്പെട്ട പ്രചണ്ഡത, വിശേഷപ്പെട്ട ഒരു അനന്തത. നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. നമ്മൾ കണ്ണുകൊണ്ട് സാധാരണ കാണുമ്പോൾ എന്ത് കണ്ടുവോ അതൊക്കെ പരിമിതമാണ്. ഇവിടെ സൂര്യൻ പരിമിതം, ചന്ദ്രൻ പരിമിതം, നക്ഷത്രങ്ങൾ പരിമിതം, പർവ്വതം പരിമിതം, സമുദ്രം പരിമിതം, ഭൂമി പരിമിതം, എല്ലാം ഇവിടെ പരിമിതമാണ്. ആ പരിമിത ദർശനം മാത്രം ഇതേവരെ ഉണ്ടായി അനുഭവിച്ചിട്ടുള്ളതായ നമ്മുടെ മനസ്സ്, അർജുനന്റെ മനസ്സ് ഇതാ ആദ്യമായി ആ അനന്ത മാത്രയിലേക്ക് ഉയരുന്നു, 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 പറക്കുന്നു. മനസ്സിന്റെ മാറ്റമാണിത്. മനസ്സ് എന്ന് പറഞ്ഞാൽ പുറമേയുള്ള ഒരു വസ്തുവല്ല, സ്ഥൂല വസ്തുവല്ല, ഒരു കണ്ണല്ല. അത്
നേരെ മറിച്ച് മനസ്സെന്താ? ദ്രവ്യാതീതമായി നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ദേഹേന്ദ്രിയങ്ങളെ മുഴുവനും പ്രവർത്തിപ്പിക്കുന്ന വിശേഷപ്പെട്ട ഒരു സാന്നിധ്യമാണ് മനസ്സ്. ആ മനസ്സ് സ്ഥൂല വസ്തുക്കളുടെ മാത്രകളിൽപ്പെട്ട് പരിമിതമല്ല. അതിന് സ്ഥൂല വസ്തുക്കളെ ഭേദിച്ച് സൂക്ഷ്മമായിരിക്കുന്ന മാനങ്ങളിലേക്കും മാത്രകളിലേക്കും കുതിക്കാൻ സാധിക്കും. അങ്ങനെ കുതിച്ചിട്ട് അർജുനൻ പറയുകയാണ്, അനേകബാഹൂദരവക്ത്രനേത്രം പശ്യാമി ത്വാം സർവതോനന്തരൂപം നാന്തം ന മധ്യം ന പുനസ്തവാദിം പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. ആദ്യമായിട്ട് നമസ്കരിച്ചു ആര്? അർജുനൻ കൃഷ്ണന്റെ മുൻപിൽ. എന്നിട്ട് പറഞ്ഞതെന്താ? എന്താ പറഞ്ഞേ? കാർപ്പണ്യദോഷോപഹത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ യശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. എനിക്ക് കാർപ്പണ്യം, അല്പത്തം എന്ന് പറയുന്ന ദോഷം പിടിപെട്ടിട്ട് വല്ലാതെ കഷ്ടപ്പെടുകയാണ് ഞാൻ. എനിക്ക് ധർമ്മം എന്താ അധർമ്മം എന്താന്ന് ചിന്തിക്കാൻ വയ്യ. അതുകൊണ്ട് എൻ്റെ ഗുരുവായി ഗുരുസ്ഥാനത്തിരുന്ന് എന്നെ ശിഷ്യനായി കരുതി എന്നെ വേണ്ടതുപോലെ ഉപദേശിച്ചു തരൂ എന്ന് പറഞ്ഞ് ഗുരുസ്ഥാനം നൽകി ശിഷ്യസ്ഥാനം അവലംബിച്ചുകൊണ്ടിരുന്ന് ആ ഒരു പ്രണാമം നമസ്കരിച്ചതാണ്. അതേ അർജുനൻ ഇപ്പൊ പറയുന്നത് എന്താ? ആ കൃഷ്ണനെ വിശ്വരൂപം കാട്ടിത്തരണം എന്ന് പറഞ്ഞ് ആ വിശ്വരൂപത്തിൽ ഓരോന്ന് കണ്ടപ്പോ പറയാണ്, പശ്യാമി വിശ്വേശ്വര വിശ്വരൂപ. അങ്ങ് വിശ്വേശ്വരനാണ്, വിശ്വരൂപനാണ്. ആ വിശ്വരൂപം കണ്ടതോടുകൂടി മനസ്സിന് വന്നിട്ടുള്ള മാറ്റമാണത്. നീ വിശ്വരൂപം നിങ്ങൾക്കും കാണാം. എങ്ങനെ? ഈ വിശ്വത്തെ മുഴുവൻ ഭഗവത് രൂപമായി കാണാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ള വർണ്ണന നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഓൾറെഡി ഇപ്പോൾ തന്നെ ഉണ്ട്. അർജുനും വായിച്ചു കേട്ടിട്ടുണ്ടാവും, കൃഷ്ണൻ നല്ലോണം പഠിച്ചിട്ടുമുണ്ടാവും. കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കദ്യുതിമപ്രമേയം. കുറേശ്ശെയായിട്ട് ആ രൂപം ആനന്ദകരം, ആകർഷകം, അങ്ങനെ വിസ്മയാവഹം എന്നുള്ളതൊക്കെ പോയി കുറേശ്ശെ അത് ഭയാനകവും നാശകരവുമായി തീരുക. ലോകത്തിനെ നശിപ്പിക്കുന്ന ഭാഗം കാണിച്ചു കൊടുക്കണമല്ലോ. കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം. കിരീടിനം, കിരീടമുണ്ട്, ഗദയുണ്ട്, ചക്രമുണ്ട്. തേജോരാശിം സർവതോ ദീപ്തിമന്തം. തേജോരാശിം, അവിടെ ഒരു തേജോരാശി, ഒരു പ്രഭാപൂരം, തേജപുഞ്ചമായി തീർന്നു. അർജുനന്റെ മുൻപിൽ കൃഷ്ണഗാത്രം സർവതോ ദീപ്തിമന്തം. എല്ലാ ഭാഗത്തും ഇങ്ങനെ ചുട്ടുപഴുത്ത സൂര്യൻ എന്ന് പറഞ്ഞ മാതിരി ദീപ്തിമത്തായിരിക്കുക. ആ പ്രകാശം അതിരൂക്ഷവും തീക്ഷ്ണവുമായി. പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത്. ആ വിശ്വരൂപത്തിലെ എല്ലാ ഭാഗത്തും ഒരുപോലെ ദീപ്തി മുറ്റിയങ്ങട് നിന്നപ്പോ, നിറഞ്ഞങ്ങട് നിന്നപ്പോ അതിൽ ഒരു ഭാഗവും ശാന്തമായിട്ട് നോക്കാൻ വയ്യ. എല്ലാ ഭാഗവും ഒരുപോലെ ചുട്ടുപഴുത്തു. ഇപ്പൊ സൂര്യൻ ചുട്ടുപഴുത്തു കഴിഞ്ഞു, മധ്യാഹ്ന സൂര്യനായാൽ ഏതെങ്കിലും ഒരു ഭാഗം ഒറ്റ തിരിച്ച് നമുക്ക് തണുക്കമാത് കാണാൻ പറ്റില്ല. അതുമാതിരി ദുർനിരീക്ഷനായി കഴിഞ്ഞു. ദീപ്താനലാർക്കദ്യുതിമപ്രമേയം. ചുട്ടുപഴുക്കുന്ന സൂര്യബിംബം എങ്ങനെയോ അതുപോലെ ആയിരിക്കുകയാണ് കൃഷ്ണഗാത്രം. ദീപ്താനലാർക്കദ്യുതിമപ്രമേയം. കിരീടിനം ഗദിനം ചക്രിണം ച തേജോരാശിം സർവതോ ദീപ്തിമന്തം പശ്യാമി ത്വാം ദുർനിരീക്ഷ്യം സമന്താത് ദീപ്താനലാർക്കദ്യുതിമപ്രമേയം. ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം. ത്വമവ്യയഃ ശാശ്വതധർമ്മഗോപ്ത സനാതനസ്ത്വം പുരുഷോ മതോ മേ. തന്റെ സ്യാലനായി, ഗുരുവായി, തേരാളിയായി, സ്ഥിരം സുഹൃത്തായി അങ്ങനെയൊക്കെ കണ്ടു പോന്ന ആ കൃഷ്ണനെ പറ്റി വർണ്ണിക്കുകയാണ്. അതുവരെ ആ കൃഷ്ണന്റെ മഹിമ അറിഞ്ഞില്ല, അറിവറിഞ്ഞില്ല.
കൃഷ്ണന്റെ പ്രഭാവം എത്രയുണ്ട്, എവിടെ എന്നൊന്നും മനസ്സിലായില്ല. ത്വമക്ഷരം പരമം വേദിതവ്യം. ആ കൃഷ്ണനെ സംബോധന ചെയ്യുന്നത് എങ്ങനെയാ? ത്വമക്ഷരം. അങ്ങ് ക്ഷരമില്ലാതെ, ക്ഷരമുള്ളവനല്ല, അക്ഷരനാണ്. പരമം വേദിതവ്യം. അങ്ങയുടെ നില വളരെ പരമമാണ്, പരമമായി കണക്കാക്കപ്പെടണം. ത്വമസ്യ വിശ്വസ്യ പരം നിധാനം. ദേവകി പെറ്റു, യശോദ വളർത്തി, എനിക്ക് തേരാളിയായിട്ടിരിക്കണു. സുഭദ്ര മുതലായിട്ടുള്ളവരെ, രുക്മിണി മുതലായവരെ കല്യാണം കഴിച്ചു. അതൊന്നുമല്ല സ്ഥിതി. ത്വമസ്യ വിശ്വസ്യ പരം നിധാനം. ഈ വിശ്വത്തിന്റെ മുഴുവൻ അങ്ങേ അറ്റത്തുള്ള നിധാനമാണ്, ഇരിപ്പിടമാണ് അങ്ങ്. അങ്ങയിലാണ് ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നത്, നിലകൊള്ളുന്നത്. ത്വമവ്യയ ശാശ്വത ധർമ്മഗോപ്ത. അങ്ങാണ് അവ്യയൻ. വ്യയമില്ലാത്ത എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് അങ്ങ് മാത്രമാണ്. ഈ ലോകത്തിലുള്ള വസ്തുക്കളെല്ലാം പാഞ്ചഭൗതിക പ്രപഞ്ചം, അതിന്റെ പാഞ്ചഭൗതിക രൂപത്തിലും ഘടകരൂപത്തിലും എല്ലാം തന്നെ നശ്വരമാണ്, നശിക്കുന്നതാണ്. ശാശ്വതത്വം ഒന്നിനുമില്ല. നേരെ മറിച്ച് അങ്ങയ്ക്കോ ത്വം അവ്യയ, വ്യയമില്ലാത്തവനാണ്. ശാശ്വത ധർമ്മഗോപ്ത. ശാശ്വതമായിരിക്കുന്ന ധർമ്മത്തെ രക്ഷിക്കുന്നവനാണ് അങ്ങ്. സനാതനസ്ത്വം. സനാതനനാണ്. എപ്പോഴും എല്ലാ കാലത്തും ഒരുപോലെ ജീവിക്കുന്നവൻ, പരിലസിക്കുന്നവൻ, ഭാസിക്കുന്നവൻ. പുരുഷോ മതോമേ. എൻ്റെ അഭിപ്രായം, എൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നുന്നത്. ഞാൻ കൃഷ്ണ കൃഷ്ണ എന്നൊക്കെ വിളിച്ച് അടുത്ത് വന്നിട്ടുണ്ടാവും, പലതും ചെയ്തിട്ടുണ്ടാവും. ഈ വിശ്വരൂപം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് അങ്ങ് സനാതനസ്ത്വം പുരുഷോ മതോമേ. സനാതനായിരിക്കുന്ന പുരുഷനാണെന്നാണ് എൻ്റെ മനസ്സ് എനിക്ക് പറഞ്ഞു തരുന്നത്. ഇതിൽ രണ്ടാമതൊരാളുടെ സ്വാധീനമോ അഭിപ്രായമോ നിർദ്ദേശമോ ആവശ്യമില്ല. എൻ്റെ മനസ്സിൽ തോന്നുന്നതാണെന്ന്. ത്വമക്ഷരം പരമം വേദിതവ്യം. ത്വമസ്യ വിശ്വസ്യ പരം നിധാനം. ത്വമവ്യയ ശാശ്വത ധർമ്മഗോപ്ത. സനാതനസ്ത്വം പുരുഷോ മതോമേ. അർജുനന്റെ നിരൂപണങ്ങളും വിലയിരുത്തലുമാണിത്. നമുക്ക് തൽക്കാലം നിർത്താം. 19ാമത്തെ ശ്ലോകം മുതൽക്ക് നാളെ പറയാം. ഹേ ഗോപാലക ഹേ കൃപാജലനിധേ ഹേ സിന്ധുകന്യാപദേ ഹേ കംസാന്തക ഹേ ഗജേന്ദ്രകരുണാപാരീണ ഹേ മാധവ ഹേ രാമാനുജ ഹേ ജഗത്രയ ഗുരോ ഹേ പുണ്ടരീകാക്ഷമാം ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ. ഹേ ഗോപീജനനാഥ പാലയ പരം ജാനാമി നത്വാം വിനാ. ജയതി ജയതി ദേവോ ദേവകീനന്ദനോയം ജയതി ജയതി കൃഷ്ണോ വൃഷ്ണിവംശഃ പ്രദീപഃ. ജയതി ജയതി മേഘശ്യാമലഃ കോമലാംഗോ ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ. ജയതി ജയതി പൃഥ്വീഭാരനാശോ മുകുന്ദഃ. ഹരി ഓം ഹരി ഓം. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സമാപന ഓംകാരം ജപിക്കാം. കയ്യുകോർത്ത് ഓ